നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂയിൽ ഇറങ്ങുമ്പോൾ ആ ഇഷ്യൂ ഒരു കരം പറ്റുന്നവരെ നമ്മളതിൻ്റെ പിന്നാലെ പോകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ വാർത്താ ചാനലുകൾ നോക്കി ഒരു ഇഷ്യൂ സന്ധ്യയ്ക്ക് അന്തിച്ചർച്ചയ്ക്ക് എടുത്താൽ പിറ്റേ ദിവസം വേറൊരു വാർത്ത കിട്ടിയാൽ ഇതിനെയും കളയും. നമ്മളങ്ങനെയല്ല. ഇപ്പോൾ കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു വളരെ മോശമായ ഒരു പ്രവണതയ്ക്കെതിരെ നമ്മൾ 6 എപ്പിസോഡാണ് ചെയ്തത്, ഇല്ലേ? എൻ്റെ ഒരു ഗുരുനാഥൻ എന്നെ നോവിച്ചതിൻ്റെ പേരിൽ ഞാൻ 5 എപ്പിസോഡാണ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ ഫിയോക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ മുതലാളിമാരുടെ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും എന്നല്ല മലയാള സിനിമ പ്രേക്ഷകരുമായി നടക്കുന്ന ഒരു എന്താ പറയുക വഴക്കുണ്ടല്ലോ. അതിൽ നമ്മൾ എന്താ പറയുക, ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഒരു കാര്യം പറ്റിക്കാം നമുക്ക്. എന്തായാലും ആദ്യം ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായി വിജയകുമാർ എന്ന് പറഞ്ഞ തിയേറ്റർ മുതലാളി വന്നത് മുതൽ ജീവിക്കാൻ വേണ്ടി റെപ്രസെൻറ്റേറ്റീവായ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരിതകാലത്തെക്കുറിച്ച്. രാവിലെ ഒരു 11 മണിക്കുള്ള ഷോയ്ക്കാണെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും തിയേറ്ററിലെത്തണം. എത്തി 4 ഷോ, സെക്കൻഡ് ഷോ കഴിയുമ്പോഴേക്കും ഏതാണ്ട് 12 മണിയാവും, അല്ലേ? അത്രയും സമയം നിൽക്കുന്നു. ഏതാണ്ട് ഒരു 14-15 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളിന്, റെപ്രസെൻറ്റേറ്റീവിന് ഒരു ഷോയ്ക്ക് ഒരു പടത്തിന് 250 വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു തിയേറ്ററിൽ. അതിപ്പോൾ ഫിയോക്ക് വിജയകുമാർ വന്ന ശേഷം അത് 100 രൂപയാക്കി. അപ്പോൾ 4 ഷോയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 400 രൂപ കിട്ടും. നിങ്ങൾ ആലോചിച്ച്, രാവിലെ 10 മണിക്ക് വന്നിട്ട് രാത്രി 12 മണിക്ക് പോകുന്ന മനുഷ്യന് 400 രൂപ കിട്ടിയാൽ എന്താവും? അയാളൊരു ഉച്ചയ്ക്കൊരു ഊണും വൈകുന്നേരം ഒരു ചായയും വടയും ഒക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് എന്തെങ്കിലും ഭക്ഷണവും കൂടെ കഴിച്ചാൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ അതിൽ എത്ര കാണും നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒറ്റയടിക്ക് ഒരു പടം കളിക്കുന്നിടത്തു നിന്ന് 250 രൂപ കൊടുത്തോണ്ടിരുന്നത് ഇന്ന് ഒറ്റയടിക്ക് 100 രൂപയാക്കി. ഞാൻ കേട്ടിട്ട് ഇങ്ങനെയാണോ തിയേറ്റർ മുതലാളിമാർ കാശുണ്ടാക്കേണ്ടത്? നമ്മുടെ പ്രോഗ്രാം പോയ ശേഷം എവിടെ നിന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നു എറണാകുളം ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരു റെപ്രസെൻറ്റേറ്റീവ് സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. ഈ വിജയകുമാറിനെ പറ്റി സാറ് പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. അതെന്താണെന്നറിയോ സാറേ, ഈ വിജയകുമാർ വന്നേ പിന്നെ നമ്മൾ ഒരു ഷോ കളിക്കുന്നിടത്ത്, ഒരു പടം ഒരു ഷോ കളിക്കുന്നിടത്ത് 250 രൂപ ബാറ്റ റെപ്രസെന്റേറ്റീവ്. 2 ഷോയും 3 ഷോയും 4 ഷോയും കളിച്ചാൽ 400 രൂപ ബാറ്റ. ഈ പുണ്ണാക്കം വന്ന പിന്നെ അത് എല്ലാத்தைയും അവന്റെ സംഘടനപ്പെട്ടവരോട് പറയുന്ന 100 രൂപയ്ക്ക് ഒരു ഷോയ്ക്ക് കൊടുക്കാവുള്ളൂ. 4 ഷോ കളിച്ചാൽ 400 രൂപ കൊടുക്കാവുള്ളൂ ഇവൻ പറഞ്ഞു വരുന്നത്. അത്ര ഒരു ഉണ്ണാക്കാണ് ആയത്. ശരിയാ. സാറിന് ഇത് മനസ്സിലായി? സാറിന്റെ എല്ലാം ഞാൻ ദിവസവും മിക്കവാറും കേൾക്കാറുണ്ട്. ഓക്കേ. അപ്പൊ സാറ് ഇതൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാ ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും. അല്ലേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കിടക്കാൻ റൂം തരാറില്ല, നിങ്ങൾക്ക് ബാറ്റ് തരൂല. എന്നിട്ട് ഇവൻ പറയുന്നത് 2-3 പടം അറ്റൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടാ ഇവൻ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, 400 രൂപ കണ്ട എങ്ങനെയാ സാറേ ഒരു കുടുംബം ജീവിക്കൂ? അതെ. ഇന്നൊരു മെക്കാടുകാരന് 900-950 രൂപ 1000 രൂപ അവന് കിട്ടും. അതെ. നമ്മൾ രാവിലെ മുതൽ 11:30 മുതൽ രാത്രി 10 മണി വരെ എന്തായാലും നിൽക്കണം. അതെ. എന്നിട്ട് ഇവന്റെയൊക്കെ പിന്നെ കയറിയിരുന്നോ ഇവിടെ കയറിയിരുന്നോ റൂമൊന്നുമില്ല. കുട്ടികൾക്ക് ഇപ്പൊ റൂമില്ല. ഇല്ല. അതെ. ഏതാനും ചില തിയേറ്ററുകളിൽ മാത്രമേ റൂമുള്ളൂ. മുമ്പ് റൂം ഉണ്ടായിരുന്നു സാറേ. അറിയാം, എനിക്കറിയാം. ഞാൻ ബാസുരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാന് നമ്മളിപ്പോ പല പണ്ട് പോലെ ഓരോ തിയേറ്റർ, ഇപ്പൊ എല്ലാവരും ഓരോ തിയേറ്റർ പിടിച്ചിരിക്കാണല്ലോ. കാരണം എന്നാത്തെ സൗകര്യം അനുസരിച്ച്. അതെ. ഇപ്പൊ ദൂരെ എങ്ങും ആരും പോകുകയല്ല സാറേ. ഈ 400 രൂപയിൽ കിട്ടുന്നുള്ളൂ. പടം കളിച്ചാലേ ബാറ്റ എടുത്തുള്ളൂ. അതെ 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 അതെ. അതാണ് ഇപ്പൊ ചിലര് 2 പടം അറ്റൻഡ് ചെയ്യും. 2 പടം അറ്റൻഡ് ചെയ്താൽ ഒരു പടം കളിക്കും, ഒരു പടം കളിക്കുകയല്ല. അതെ. ഇവൻ എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് 100 രൂപ ഉണ്ടാക്കി കൊടുക്കുന്നത്. 100 രൂപ. അതെ, മനസ്സിലായി. ഇയാളെ അർച്ചന തിയേറ്ററുകാരെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് സാറിനറിയാം. ഈ പിന്നെ അവന്റെ അഞ്ചൽ ഉള്ള അർച്ചന തിയേറ്ററിന് പിന്നെ വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അയാളെ, പാവം പിടിച്ച ആ ചേട്ടനെ. അതെ. അല്ല, അത് മാത്രമല്ല, പറഞ്ഞിട്ടില്ലേ, പോസ്റ്റർ പോലും ഒട്ടിക്കില്ല. പോസ്റ്റർ ഒട്ടിക്കുകയില്ല. എന്നിട്ട് പിന്നെ എന്നാ ഇനി പോസ്റ്റർ ഒട്ടിക്കുന്നതിന് കാശ് ഇവർക്ക് 2% വെച്ച് ഇപ്പൊ ഒരു 50% വരെ ഓടിയാൽ. ഇപ്പൊ ഞാൻ ഒരിടത്ത് സാറേ നേരെ ഒരിടത്ത് അറ്റൻഡ് ചെയ്യും.
2% വെച്ച് എന്നോട് മാനേജർ പറഞ്ഞ് 50 ടേംസ് ഇട്ട് എവിടം വരെ കളിച്ചു അവിടം വരെ 2% മേടിക്കണമെന്ന് പറഞ്ഞു. 11,126 രൂപ അവിടെ ഞങ്ങൾക്ക് പബ്ലിസിറ്റി ഇനത്തിൽ കമ്പനിക്ക് കിട്ടി. അതെ. തിയേറ്ററുകാര് വിയോക്കിൽപ്പെട്ടതാണ് എങ്കിലും അവര് മാന്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അവരിപ്പോഴും 100 രൂപ ഒന്നല്ല, അവര് 1 ഷോ കളിച്ചാൽ 250 തരുന്നുണ്ട്. അത് ശരിയാ. അപ്പൊ സാറിനോടായിട്ട് ഞാനത് വേണമെങ്കിൽ വെളിപ്പെടുത്താം, തിയേറ്റർ വരെ വെളിപ്പെടുത്താം. അല്ല, ഇപ്പൊ ഈ 100 രൂപ എന്ന് പറഞ്ഞ മസാല ദോശയുടെ പൈസ പോലും ആയില്ല. ഇല്ല. ഇപ്പോഴും തൃപ്പൂണിത്തുറ വേറെ 1, 2, 3, 4 ഒത്തിരി തിയേറ്റർ ഉണ്ട് സാറേ ഈ 100 രൂപ പ്രശ്നം. ആരോട് പോയി പറയാനാ നമ്മൾ? അതാണ് സംഭവം. അതെ. ബാഹുബലി ഇറങ്ങിയ സമയത്താണ് 400 രൂപ മാറ്റാൻ. അതെ. ഇപ്പൊ വർഷം എത്രയായി സാറേ? 2-3-4 വർഷമായില്ലേ? അതെ 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 അതെ. ഇപ്പോഴും ആ 400 തന്നെ ഇപ്പോഴും കിടക്കുക. മനസ്സിലായി. ഒരു പടം കളിച്ചെങ്കിൽ കളിച്ച് ഇപ്പൊ ഒരു 4 പടം അല്ല 2 പടം കളിക്കുന്നിടത്ത് 1 പടം കൂടെ വന്നു കഴിഞ്ഞാൽ അയാള് തന്നെ അത് നോക്കുകയാണെങ്കിൽ അത് കളിച്ചെങ്കിലേ മാറ്റാൻ കിട്ടത്തുള്ളൂ. മനസ്സിലായി. അതുകൊണ്ടാണ് സാറേ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓരോരുത്തര് വീടിനടുത്തൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ വീടിനടുത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അടുത്തുള്ള മുറിയൊന്നും കാണത്തില്ല. ഞാനിപ്പോ ദൂരെ അറ്റൻഡ് ചെയ്യുന്നത്. ഞാനൊരു 3-4 മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റും. മനസ്സിലായി. ഇപ്പം വീട്ടിൽ പോവുകയില്ല. അതെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അവിടുത്തെ തിയേറ്റർ പാർട്ടിക്ക് 250-400 രൂപ തരുന്നുണ്ട്. അല്ല, അങ്ങനെ മനസാക്ഷിയുള്ളവരും ഉണ്ടല്ലോ. ഉണ്ട്. ഇതാണ് സാറേ ഇയാള് വന്ന പിന്നെ ഇയാള് റെപ്രസെന്റേറ്റീവുകാരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാണ് വിജയകുമാർ. അതെ, തീർച്ചയായിട്ടും ഞാനിത് ഓർക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അത് പറയാം കേട്ടാ. പറയണം സാറേ. ശരി. ഓക്കെ. കേട്ടല്ലോ അയാളുടെ ധാർമ്മിക രോഷം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വിജയകുമാറിനെ വിളിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവാണ്. ഈ രമ്യഹർമ്മ്യങ്ങളും കോടിക്കണക്കിന് ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാക്കുന്ന തിയേറ്റർ മുതലാളിമാരെ ഈ പറഞ്ഞ ഇപ്പോൾ കേട്ട ഈ ഫിലിം റെപ്രസെൻറ്റേറ്റീവുമാരുടെ പോലുള്ളവരുടെ ശാപം വാങ്ങിച്ച് കെട്ടരുത്. ഈ പ്രോഗ്രാം ദിലീപ് കാണുകയാണെങ്കിൽ ഞാൻ ദിലീപിനോട് പറയുന്നു, ദിലീപെ നിങ്ങൾ ഫിയോക്കിൻ്റെ ചെയർമാൻ എന്നല്ലേ പറയണേ, ദ്രോഹത്തനം കാണിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദിലീപേ, നിങ്ങൾ 1 കിലോ നീലം വാങ്ങി 10 ഗ്രാമിൻ്റെ എന്തോ പൊതിയാക്കി വീടുകളോറും വിറ്റ് ജീവിതം തുടങ്ങിയ ആളാണ് ഇല്ലേ? അല്ലെങ്കിൽ ആലുവ പുഴയിൽ മുങ്ങി മണലൂറ്റി അത് വിറ്റ് കുടുംബം പോറ്റിയ ആളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അമ്മാവനെ എന്തോ കണ്ട് റേഷൻ വാങ്ങാനായിട്ട് 10-100 രൂപ കടം വാങ്ങിക്കാൻ എത്രയോ കിലോമീറ്റർ നടന്ന് ചെന്നപ്പോൾ അത് തരാതെ നിരാശനായി നടന്നു വന്ന ഒരു ബാല്യമുള്ള ആളാണ് ദിലീപ് ഇല്ലേ? നിങ്ങൾ ചെയർമാനായിരിക്കുന്ന സ്ഥാപനം ഫിയോക്ക്, അങ്ങനെ ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ പ്രസിഡൻ്റായി വന്ന ഈ ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ അധികാരം ഏറ്റെടുത്തത് മുതൽ ഒരു പടം കളിക്കുന്നിടത്ത് 250 രൂപ വെച്ച് കൊടുത്തിരുന്നതിനെ 100 രൂപയാക്കി വെട്ടിക്കുറച്ച ആളാണ് വിജയകുമാർ. ദിലീപിന് മനസാക്ഷിയുടെ തരിമ്പെങ്കിലുണ്ടെങ്കിൽ, ദിലീപ് ഒരുപാട് പേരെ സഹായിച്ച കഥകൾ എനിക്കറിയാം. ഞാൻ ദിലീപിനോട് പറയുന്നു, മനസാക്ഷിയുടെ തരിമ്പെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫിയോക്കിൽ ചെയ്യേണ്ടത് വെട്ടിക്കുറച്ച ആ 250 രൂപ. ഞാൻ കേൾക്കുന്നത് ഇവിടെ ലേബർ കമ്മീഷണറും ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ഉള്ള നാടല്ലേ? ഒരു ബംഗാളിയെ വിളിച്ച് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണിക്ക് നിർത്തിയാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ 500-ൻ്റെ 2 നോട്ട് കൊടുത്തില്ലേ അവൻ വാങ്ങില്ല. രാവിലെ വരുമ്പോഴേ പറഞ്ഞിട്ടാണ് വരണേ. ആ നാട്ടിൽ രാവിലെ 10 മണിക്ക് വന്ന് രാത്രി 12 മണി വരെ നിൽക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവിന് 14 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ഒരാളിന് 400 കുലുവയാണ് ഫിയോക്ക് വിജയകുമാർ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെയാണ് സംഘടനയിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 400 കുലുവ. ഒരു മസാല ദോശ തിന്നണമെങ്കിൽ ആ മനുഷ്യൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നത് കാണും. ദയവ് ചെയ്ത് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസാക്ഷിയുള്ള ആളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ദേഷ്യവുമില്ല, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ എൻ്റെ ഒരു സഹോദര തുല്യനായി കാണുന്ന ആളുമാണ്. പക്ഷേ നിങ്ങൾ ചെയർമാനായിരിക്കുന്ന സംഘടനയിൽ നിങ്ങളുണ്ടാക്കിയ സംഘടന വന്ന ശേഷം 250 രൂപ കൊടുത്തോണ്ടിരുന്നതിനെ 100 രൂപ ആക്കിയെങ്കിൽ വിജയകുമാറിനോട് പറയുക, തെമ്മാടിത്തരം കാണിക്കരുത്, ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലല്ല താൻ കൈയിടാനെന്ന് പറയണം. കോർപ്പറേഷനെ വെട്ടിച്ചും നിർമ്മാക്കളെ വെട്ടിച്ചും ഒക്കെ തിയേറ്ററുകാർ പൈസ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും എനിക്ക് അതിൻ്റെ വിഷമം വരുന്നു. കാരണം 5 മണിക്കൂർ ജോലി ചെയ്യുന്ന ബംഗാളിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന നാട്ടിലാണ് കമ്മ്യൂണിസവും തൊഴിലാളിസവും ഒക്കെയുള്ള കേരളത്തിൽ
ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിന് രാവിലെ തൊട്ട് 14 മണിക്കൂറും 15 മണിക്കൂറും വർക്ക് ചെയ്തിട്ട് പാതിരാക്കി വീട്ടിൽ പൊയ്ക്കൊള്ളണം. കാരണം കിടക്കാനൊരു കട്ടിൽ കൊടുക്കില്ല, ഇരിക്കാനൊരു കസേര കൊടുക്കില്ല. അയാളത് ഈ പറയുന്നത് കേട്ടില്ലേ, എവിടെയെങ്കിലുമൊക്കെയാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് കൊടുക്കുന്നത് 14 മണിക്കൂർ മുട്ടയിട്ടാൽ 400 കുലുവ. നാണമുണ്ടോ വിജയകുമാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തിയേറ്ററിൻ്റെ കറണ്ട് താരിഫ് കുറയ്ക്കണം, കുടിശ്ശിക ഇളവ് ചെയ്യണം, നിർമ്മാതാവിന് 40%, തിയേറ്ററിന് 60% എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാനത്തെ തിയേറ്റർ മുതലാളിമാരുടെ സംഘടനാ നേതാക്കന്മാർ ഒലിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ചോദിക്കണം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സിനിമയുമായി വരുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിന് നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മന്ത്രിമാർക്ക് അതിൻ്റെ ആർജവം ഉണ്ടാവണമെന്ന് ഞാൻ പറയും. തൊഴിലുറപ്പിന് പോയിട്ട് ഏതെങ്കിലും പറമ്പിൽ തെങ്ങിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് പോലും എത്ര രൂപ ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. എനിക്ക് ചിരി വരും തൊഴിലുറപ്പ് പദ്ധതിയിലെ ആൾക്കാരുടെ പണി കാണുമ്പോൾ. ഞാൻ ഈ വയലിൽ വാഴയ്ക്ക് വെള്ളമൊക്കെ വരാൻ പോകുമ്പോൾ ഇവരൊരു 10-20 പല പ്രായത്തിലുള്ള ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ആയ 10-20 പേര് വന്ന് ഇങ്ങനെ കുറച്ച് നേരം പോച്ചയൊക്കെ നന്നാട്ടിയിട്ട് പറിച്ചോട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ അവിടെ ഇരിക്കും. എന്നിട്ട് അതിലൊരാൾ തേയിലുള്ളതൊക്കെ ഇടും, മരിച്ചിന് മുറിച്ച വയ്ക്കും, അതൊക്കെ തിന്ന്. ഞാനൊരു ദിവസം വയലിൽ ചെല്ലുമ്പോൾ എനിക്കും അങ്ങ് വല്ലാതെ വിഷമം തോന്നി. കാരണം എന്തറിയോ, സ്കൂട്ടർ പോകാനുള്ള സ്ഥലം വിട്ടിട്ട് റോഡിൽ മലന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഈ വെയിലത്ത്. ഇവർ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് മാത്രമേ നടക്കൂ തൊഴിലുറപ്പിൽ, അല്ലാതെ കുറച്ച് പണിയേ അവർ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആ അമ്മമാർക്ക് ആ സഹോദരിമാർക്ക് പോലും ഒരു തൊഴിലുറപ്പിൽ ഈ പറഞ്ഞ കള്ളപ്പണി ചെയ്യുന്നതിന് എത്ര രൂപ കിട്ടണമെന്ന് നിങ്ങളത് ചോദിക്കുക. ഇത് രാവിലെ 10 മണിക്ക് ചെന്നിട്ട് രാത്രി 12 മണി വരെ നിന്നിട്ട് അവിടെ കിടക്കാൻ ഇടം പോലും കൊടുക്കാതെ കാണുന്ന വണ്ടികളിൽ കൈ കാണിച്ച് കയറി പോകുന്ന ഹതഭാഗ്യരായ റെപ്രസെൻറ്റേറ്റീവ്മാർക്ക് കൊടുക്കുന്നത് ഫിയോക്ക് രൂപീകരിച്ച ശേഷം 100 രൂപ വെച്ചാണ്. അപ്പോൾ 4 ഷോയ്ക്ക് 400 രൂപയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പരാതികളുമായി ഞങ്ങളെ കറണ്ടിൻ്റെ കുടിശ്ശിക എഴുതി തള്ളി തരണം, നികുതി കുറച്ച് തരണം, ആന ചെയ്യണം പൂന ചെയ്യണമെന്ന് പറഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രി ആയാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയാലും തൊഴിൽ വകുപ്പ് മന്ത്രി ആയാലും ഈ കാര്യം ചോദിക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. 1.5 ലക്ഷം മുടക്കി വേണം ഒരു സിനിമ ഡിസൈൻ ചെയ്യാൻ, സെൻസർ ചെയ്യാൻ. 1.5 ലക്ഷം രൂപ ചിലവാകും. അതിൽ 50,000 രൂപ UFO എന്ന് പറഞ്ഞ കമ്പനിയിൽ അടയ്ക്കണം. അപ്പോഴേ അവർ കാണിക്കുകയുള്ളൂ സെൻസർ ബോർഡ് മെമ്പർമാർക്ക് കാണാനായിട്ട്. എന്നാൽ പ്രൊഡ്യൂസർമാരുടെ PDC വന്ന ശേഷം 10,000 രൂപ അടച്ചാൽ മതി. 10,000 രൂപ അടച്ചാൽ മതി എന്ന് മാത്രമല്ല, ഇപ്പോൾ സെൻസർ ബോർഡ് കട്ട് പറഞ്ഞെന്ന് വെച്ചുള്ളൂ, കട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കണമെങ്കിൽ വീണ്ടും UFOയ്ക്ക് പൈസ കൊടുക്കണം. നേരെ മറിച്ച് എത്ര പ്രാവശ്യം കട്ട് വന്നാലും ശരി, PDCക്ക് പ്രൊഡ്യൂസർമാരുടെ PDCക്ക് 10,000 രൂപ ആദ്യം അടയ്ക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി. ഇതൊന്നും ആരും പുറത്ത് പറയാറില്ലെന്ന്. ഈ വിജയകുമാറിനൊന്നും അത് അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ 2 എപ്പിസോഡ് തിയേറ്റർ സമരത്തെക്കുറിച്ച് ചെയ്തപ്പോൾ എന്നെ എത്ര പേരെന്ന് വിളിച്ചു, എന്തെല്ലാം സംശയങ്ങളെന്ന് ചോദിക്കണേ. അപ്പം ഞാനപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ ഇത് സെൻസർ ചെയ്യാനായിട്ട് UFOയിൽ പൈസ അടയ്ക്കണമല്ലോ, അപ്പം നിങ്ങളുടെ മാസ്റ്ററിങ് നടത്തിയാൽ എങ്ങനെ UFOയിൽ കാണിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് കിട്ടിയ മറുപടി, തിരുവനന്തപുരത്ത് KSFDCയുടെ കൈരളി, ശ്രീ നിള, ലെനിൻ സിനിമാസ് 4 തിയേറ്ററുകളിലും PDCയുടെയാണ് ഇപ്പോൾ സെർവർ വച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ സെൻസർ സ്ക്രീനിങ് നടക്കുന്നത് ലെനിൻ സിനിമാസിലാണ്. അതുകൊണ്ട് തന്നെ സെൻസറിങ്ങിന് ഒരു പ്രശ്നവും ഇപ്പോൾ ഉണ്ടാകില്ല. പുതിയ സിനിമ എടുക്കാൻ പോകുന്നവരൊക്കെ ഇത് ഓർത്തോളൂ. 3 ആഴ്ച മുമ്പ് സെൻസർ ബോർഡ് ചെയർമാൻ മുംബൈയിൽ എന്തെല്ലാം കളികൾ നടക്കുന്നു എന്ന് അറിയിച്ചോളൂ. 3 ആഴ്ച മുമ്പ് സെൻസർ ബോർഡ് ചെയർമാൻ മുംബൈയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. നിർമ്മാതാക്കളെയും വിതരണക്കാരെയൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഔദ്യോഗിക ഭാരവാഹികളിൽ ഒരാളായ സന്ദീപ് സേനൻ അപ്പോൾ ബോംബെയിലുണ്ട്. അങ്ങനെ സന്ദീപ് ആ മീറ്റിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അയാൾ തിയേറ്ററുകാരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരെയും റെപ്രസെൻ്റ് ചെയ്തു. ചേംബറിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ G സുരേഷ് കുമാർ, മേനകാ സുരേഷ് എന്ന് വിളിക്കുന്ന G സുരേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നു. മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് സുരേഷ് കുമാർ മനസ്സിലാക്കുന്നത് UFO എന്ന് പറഞ്ഞൊരു കുത്തക കമ്പനിയുടെ ഒരു റെപ്രസെൻ്റ് ചെയ്ത ഒരാളിനെയും കൂടെ വിളിച്ച് ഈ സെൻസർ ബോർഡ് ഡയറക്ടർ ചെയർമാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്തൊരു തെമ്മാടുത്തണമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര സെൻസർ ബോർഡ് ചെയർമാൻ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ തിയേറ്റർ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം വിളിച്ചിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ UFOയുടെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളിനെയും കൂടെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ സെൻസർ ബോർഡ് ചെയർമാൻ പറയുകയാണ്, ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളിലും UFO 1,500 രൂപയ്ക്ക് കാണിക്കും. നിങ്ങളുടെ പടം ഓരോ ദിവസം 1,500 വെച്ച് കാണിക്കും. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. 1,500 രൂപയ്ക്ക് കാണിക്കുമോ എന്നായിരുന്നു. പക്ഷേ അയാൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒളിച്ചു വെച്ചു. ആ ഒളിച്ചു വെച്ച കാര്യം സുരേഷ് കുമാറിന് മനസ്സിലായി.
സുരേഷ് കുമാർ എണീറ്റിട്ട് നന്നായിട്ട് പൊട്ടിത്തെറിച്ചു. കാരണം സെൻസർ ബോർഡ് ചെയർമാനായിട്ടിരിക്കുന്നതും ബി ജെ പിക്കാരനാണ്. സുരേഷ് കുമാറാണെങ്കിൽ കേരളത്തിലെ വലിയ ബി ജെ പിയുടെ നേതാവല്ലേ, സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ അല്ലേ. ഇപ്പോൾ അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിൽ ശശി തരൂരിനെതിരായി രാജീവ് ചന്ദ്രശേഖർ വരുന്നില്ല എങ്കിൽ പകരം സുരേഷ് കുമാറിൻ്റെ പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും സെൻസർ ബോർഡ് ചെയർമാനെ എടുത്തങ്ങ് കുടഞ്ഞു ആര്, സുരേഷ് കുമാർ. കാരണം നിങ്ങൾ 1500 രൂപ ഓരോ തിയേറ്ററും, ഇന്ത്യയിലുള്ള ഓരോ തിയേറ്റർ എത്ര ആയിരം തിയേറ്റർ ഉണ്ടെന്ന് അലച്ചു, അത്രയും തിയേറ്ററുകാർ കൊടുത്താൽ മതി എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സംശയം ചോദിക്കട്ടെ. ഇത് മാസ്റ്ററിങ് ചെയ്യാനായിട്ട് എത്ര രൂപ UFO വാങ്ങും എന്ന് കേട്ടു. 11500 രൂപ എന്തോ അടയ്ക്കണ്ടേ. അപ്പോൾ ആ ചതിയെ ഒളിച്ചു വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. സുരേഷ് കുമാർ അത് വിശദീകരിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എല്ലാ നിർമ്മാതാക്കളും സംഘടനകളും കൂടി സുരേഷ് കുമാറിൻ്റെ കൂടെ ചേരുകയും സെൻസർ ബോർഡ് ചെയർമാനെ പൊളിച്ചടുക്കി എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെ വിളിച്ച ചിലർ തിരക്കിയത്, ഞങ്ങളൊരു ചെറിയ പടം എടുക്കുകയാണ്. അപ്പോൾ പടം എടുക്കണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 1,12,000 രൂപ എന്തോ വേണം. ചേംബറിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും രജിസ്ട്രേഷൻ എടുക്കാനും പടത്തിൻ്റെ ടൈറ്റിലിങ്ങിനും എല്ലാം കൂടി ചേർത്ത്. പക്ഷേ 1,12,000 രൂപ ഒന്നും അടയ്ക്കാനില്ലാത്ത കൊച്ചു പടങ്ങൾ എടുക്കുന്ന ആളുകളില്ലേ, അവരതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാറില്ല. കാരണം അവർക്ക് പരാതികളും വഴക്കുകളൊന്നും വരാറില്ല. കാരണം 2-3 ദിവസം അല്ലെങ്കിൽ 2 ഷോ 3 ഷോ കാണിച്ച് നിർത്തുന്ന സിനിമകളല്ലേ ഈ കൊച്ചു പടങ്ങൾ. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും വരാറില്ല. തിയേറ്റർ മുതലാളി പൈസ തന്നില്ലെന്നോ ഒന്നും വരാറില്ലല്ലോ. അതുകൊണ്ട് അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തില്ല എന്നൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നെ വിളിച്ച ചിലർ തിരക്കിയത്, ഞങ്ങൾ ഒരു കൊച്ചു പടം എടുക്കുകയാണെങ്കിൽ നിർമ്മാണ സംഘടനയിൽ അങ്ങനെ അംഗത്വം എടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ കഴിയാത്ത ഞങ്ങളുടെ സിനിമകൾ മാസ്റ്റർ ചെയ്ത് തരാൻ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ PDC സമ്മതിക്കുമോ, അവരതിന് അനുവാദം തരുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഒരു സംഘാടകനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ദിനേശ്, ഇവിടെയാണ് ഞങ്ങളതൊരു പ്രത്യേക കമ്പനിയാക്കി 8 പേരുള്ളൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വർഷക്കാലം കഴിയുമ്പോൾ അടുത്ത ഭരണസമിതിയിൽ വരുന്ന 8 പേര് അതിൽ വരും. ഇത് മനസ്സിലാക്കാതെയാണ് ഈ വിജയകുമാർ കിടന്ന് ചാടുന്നത്. നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഈ മാസ്റ്ററിങ് നടത്തുന്നതെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളിന് മാസ്റ്ററിങ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നിയമപരമായി. അതുപോലെ എന്തെങ്കിലും ഒരു കാരണവശാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ നിർമ്മാണം നിലയ്ക്കുന്ന രീതിയിൽ ഒരു സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ മാസ്റ്ററിങ് മുടങ്ങും. കാരണം അവരുടെ സ്ഥാപനമല്ലേ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ദിനേശ് ഞങ്ങൾ 8 പേരുള്ള ഒരു കമ്പനിയായി PDCയെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിനേശ്, ഈ വിളിച്ച ആളിനോട് പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ലാതെ PDC കമ്പനിയുടെ മാസ്റ്ററിങ് ആർക്ക് വേണമെങ്കിലും, അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പോ ഫിലിം ചേംബറിൽ മെമ്പർഷിപ്പോ ഒന്നും വേണ്ട, അവർക്ക് എന്താ പറയുക, മാസ്റ്ററിങ് നടത്തി കൊടുക്കാൻ ഞങ്ങളുടെ ഈ PDC കമ്പനിക്ക് ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല 100-ലധികം കേരളത്തിലെ തിയേറ്ററുകളിൽ ഈ PDCയിൽ മാസ്റ്ററിങ് നടത്തിയാൽ കളിക്കാവുന്ന രീതിയിൽ സർവർ വച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് സിനിമ കളിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ധൈര്യമായിട്ട് എറണാകുളത്ത് കൊണ്ടൊന്ന് മാസ്റ്ററിങ്ങിന് കൊടുത്തോളാൻ പറയാൻ എന്നോട് എന്താ പറയുക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു ഭാരവാഹി പറഞ്ഞു. കേരള ഫിലിം ചേംബർ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജേക്കബ് കാഞ്ഞാണി എന്ന് പറഞ്ഞൊരു തിയേറ്റർ സുഹൃത്താണ്, തിയേറ്റർ മുതലാളി. സെക്രട്ടറി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തായ സജി നന്ദിയാട്ടുമാണ്. ഈ 2 പേരുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഫിയോക്കിൻ്റെ ചെയർമാനായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ തിയേറ്ററുകളിൽ ഇനി ഞങ്ങൾ 23-ാം തീയതി മുതൽ മലയാള സിനിമ കാണിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിലിം ചേംബർ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് 27-ാം തീയതി 28-ാം തീയതി എന്തോ. ആ മീറ്റിങ്ങിൽ തീരുമാനമാകാതെ നിങ്ങൾ ഇപ്പോഴേ പ്രഖ്യാപിക്കരുതെന്ന് ഈ 2 പേരിൽ ഒരാൾ പോലും പറഞ്ഞില്ല. സജി നന്ദിയാട്ടെങ്കിലും പറയണമായിരുന്നു. കാരണം ഏത് കാര്യത്തിലും എടുത്തിയാടി മറുപടി പറയുന്ന ഒരാളാണ്. മിണ്ടിയില്ല. ചേംബർ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ, അതിനിടയിൽ താനിങ്ങനെ മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിക്കാൻ അക്ഷന്തിമമായൊരു തെറ്റാണ് ചേംബറിൻ്റെ ആൾക്കാർ ചെയ്തത്. എന്നിട്ട് അവർ ഒരു ചമ്മലുമില്ലാതെ യോഗം വിളിച്ചു. നിർമ്മാണ വിതരണ സംഘടനാ നേതാക്കൾ ഒറ്റയെണ്ണം ചെന്നില്ല. മീറ്റിംഗ് പൊളിഞ്ഞു. കാരണം തിയേറ്റർ മുതലാളിമാരെ മാത്രം വിളിച്ചിരുത്തി ചേംബറിന് മീറ്റിംഗ് കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ പോകില്ല എന്ന് അസന്നിഗ്ധമായിട്ടാണല്ലോ സിയാദ് കോക്കർ അടക്കമുള്ളവർ പറഞ്ഞത്. ഞങ്ങളോടൊരു വാക്ക് സംസാരിക്കാതെ, ഞങ്ങൾക്കൊരു കത്ത് തരാതെ ഇനി മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്ന സംഘടനാ നേതാവുമായിട്ടും ആ സംഘടനയുമായിട്ട് ഇനി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞല്ലോ. അതുകൊണ്ട് ചേംബർ നടത്തിയ മീറ്റിംഗ് പൊളിഞ്ഞു. അവിടെയാണ് നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ദിലീപിൻ്റെ എൻട്രി. ഞാനിത് ചെയ്തു വരുമ്പോൾ ദിലീപിന് വിഷമം തോന്നരുത്. ദിലീപേ, നിങ്ങളെ എൻട്രി ഭയങ്കര ലേറ്റായി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അദ്ദേഹം 27-ാം തീയതി അടിയന്തര മീറ്റിംഗ് വിളിക്കുന്നു, പത്രക്കാരെ കാണുന്നു. ആര്? ദിലീപ്. അദ്ദേഹമാണല്ലോ ഫിയോക്കിൻ്റെ ചെയർമാൻ. നമ്മളൊരു പൊസിഷനിലേക്ക് ഇരിക്കുമ്പോൾ ആ പദവിയെ, അതിൻ്റെ പവിത്രതയെ, അതിൻ്റെ പവറിനെയൊക്കെ കാത്തു സൂക്ഷിക്കണം ദിലീപേ. നിങ്ങൾ ചെയർമാനായിരിക്കുമ്പോൾ നിങ്ങളോടൊരു വാക്ക് ചോദിക്കാതെയാണ് അതിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ ഈ സമയം വരെ കാണിച്ചിരിക്കുന്ന പോക്കൃത്തിന് നിങ്ങൾ ചോദിക്കണ്ടേ? ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ ചെയർമാനായിട്ട് ഇരിക്കുന്നത് ചോദിക്കണ്ടേ? നമ്മൾ സ്ഥിരമായിട്ട് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ചോദിക്കാത്തത്. കാരണം ഞാൻ ചിരയ്ക്കാനാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ദിലീപ് ചോദിക്കേണ്ടത്. പക്ഷേ ഞാൻ എപ്പോഴും ഈ ചിരയ്ക്കുന്ന കാര്യം പറയുന്ന കാരണം ഇനി അത് പറയുന്നില്ല. ദിലീപ് ആണത്തുള്ളവനാണ് ഈ ചോദിക്കണ്ടേ? ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ എന്നോട് സംസാരിക്കാതെ നിങ്ങളെങ്ങനെ മലയാള സിനിമ ഇനി കളിക്കില്ല എന്ന് തീരുമാനിച്ചെന്ന് ചോദിക്കണ്ടേ വിജയകുമാറിനോട്? അല്ലെങ്കിൽ വിജയകുമാറെ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു ഏകാധിപതിയെ പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു സംഘടനയാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ദിലീപ് രാജിവെക്കണ്ടേ? അല്ലെങ്കിൽ ചെയർമാനായ ദിലീപ് പറയണ്ടേ താൻ ഇറങ്ങി പോടണമെന്ന് പറയണ്ടേ വിജയകുമാറിനോട്? ഇതിലേതെങ്കിലും ഒന്നും ചെയ്യണ്ടേ? ഒന്ന് ദിലീപ് രാജിവെക്കണം, ഇല്ലെങ്കിൽ ദിലീപ് അയാളോട് പറയണം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും താൻ കാരണം ഒരു മേശയുടെ ചുറ്റും വരുന്ന ചർച്ചയ്ക്ക് പോലും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയാനുള്ള ആർജവും വേണ്ടേ ദിലീപിന്? അതിന് പേര് അഴകുഴമ്പൻ അതായിട്ടുള്ള എന്ന് പറയുന്ന രീതിയിൽ ദിലീപേ ഇത്തരം സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഈ അതായിട്ടുള്ള ആ ശൈലി വേണ്ട കേട്ടോ. പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയാനുള്ള ആർജവും ചങ്കൂറ്റും ഉള്ളവരാണ് സംഘടനയുടെ തലപ്പത്തിരിക്കേണ്ടത്. അഴകുഴമ്പന്മാരിരിക്കരുതെന്ന് ഞാൻ പറയും. ഞാൻ സ്ഥലത്തില്ലായിരുന്നപ്പോൾ ഇവിടെ ചിലത് നടന്നു എന്നാണ് ആമുഖമായിട്ട് ദിലീപ് പറയുന്നത്. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിനടുത്ത് പൗർണമി കാവുണ്ട്. ഇപ്പോൾ ഈ ദൈവങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുപാട് വിലയുള്ള സമയമാണല്ലോ, അത് ഏത് മതത്തിലായാലും. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പൗർണമി കാവ് എന്ന് പറഞ്ഞ പുതിയ ഒരു ഭക്തി കേന്ദ്രം വന്നിട്ടുണ്ട്. നല്ല ആംബിയൻസൊക്കെയാണ്, ചുവപ്പ് പട്ടൊക്കെ, മൊത്തം ആ അന്തരീക്ഷം ഭയങ്കര നമ്മളൊന്ന് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി നല്ല ഭക്തജന തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ പൗർണമി കാവ്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ അംബിക രാധമാരിൽ രാധയുടെ ഭർത്താവിൻ്റെ നാടാണ് ചെങ്കൽ. അവിടെ ഇപ്പോൾ ഒരു ശിവലിംഗം വന്നിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും വലിപ്പം കൂടി ശിവലിംഗം എന്നാണ് പറയുന്നത്. അവിടെ 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയാൽ കാർ പാർക്ക് ചെയ്യണമെങ്കിലും പൈസ കൊടുക്കണം, ഒരാളിൻ്റെ വകയാടേ. അപ്പോൾ 100 രൂപ കൊടുത്ത് നമ്മൾ അതിനകത്ത് കയറി എയർ കണ്ടീഷൻ ശിവലിംഗമാണ്, എത്രയോ ഉയരത്തിലെന്നാണ് പറയണത്. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ദേവലോകവും പാതാളവും ഒക്കെ കാണാമെന്നാണ് പറയുക. അങ്ങനെ എല്ലായിടും കണ്ട് അങ്ങ് മേളറ്റത്ത് ചെല്ലുമ്പോൾ എന്താ പറയുക, പരമശിവനെയും പാർവതിയൊക്കെ ലൈവായിട്ട് കാണാമെന്നാണ് പറയണത്. എന്തായാലും എന്നോട് ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു മരണം അന്വേഷിച്ച് പോയപ്പോൾ എന്നോട് ഒരു ആൾ പറഞ്ഞു, ഇവിടെ അടുത്താണ് ചെങ്കൽ, കാണണോ? ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ആർട്ടിഫിഷ്യൽ ശിവനെയും പാർവതിയൊന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഭക്തർ വന്ന് ഇറങ്ങുകയാണ്, തമിഴന്മാർ മുഴുവൻ ബസ്സിലാണ് പറഞ്ഞത് ഈ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്തോ ഹനുമാൻ പറക്കുന്നത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശിവലിംഗത്തിൽ കൂടെ ഹനുമാൻ്റെ വാക്കകത്ത് ഇറങ്ങി വാലൊഴി വരാമെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്, പക്ഷെ നല്ല ബിസിനസ്സാണ്. ഇപ്പോൾ ഭക്തി വിൽക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ പൗർണമി കാവിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസൊക്കെ ഉള്ള പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് വെങ്ങാനൂർ. ഒരുപാട് പാടങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ നടുവിലാണ് ഈ കാവൊക്കെ. കുറച്ച് ദിവസമേ ഉള്ളൂ അത് തുടങ്ങിയിട്ട്. വിജയകുമാർ വിവരക്കേടുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വിജയകുമാറിന് വിവരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണോ എന്ന് എനിക്കറിയില്ല. ദിലീപും സുരേഷ് കുമാർ, നമ്മളെ നിർമ്മാതാവ് സുരേഷ് കുമാറും കൂടെ പൗർണമിക്കാവിൽ നിന്ന് തൊഴുന്നു എന്ന് എന്നെ ഒരാൾ അവിടെ നിന്നുണ്ട്, ദിലീപിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, ദിലീപ് ചേട്ടാ നിങ്ങളെ ദിലീപ് ഇതാ പൗർണമിക്കാവിൽ തൊഴുതുകൊണ്ടിരിക്കുന്നു സുരേഷ് കുമാറുമായിട്ട്. ഞാൻ തോണം, അല്ല വരുന്നില്ലേ? ഞാനെന്തിനു പറഞ്ഞാൽ അയാൾ തൊഴാൻ വരുന്നിടത്ത് ഞാൻ വരേണ്ട കാര്യം എന്താ? അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിജയകുമാറിന് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കണോ, അതിനാണോ ദിലീപ് പൗർണമിക്കാവിൽ ചെന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത്, ലോകത്തെ സമസ്ത ചരാചരങ്ങളെയും രക്ഷിക്കേണ്ട ദൈവം എല്ലാം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നല്ലേ പറയണേ. ഒരു ശക്തിയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവം നിരന്തരമായി നമ്മൾ ചെന്നാൽ പ്രത്യേക കൺസെഷൻ തരുമെന്ന ബുദ്ധി ചിലരെ രക്ഷിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം തന്നെ എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രവൃത്തിയാണ് ദൈവം എന്നാണ്. ഇപ്പം തന്നെ സംവിധായകൻ കമൽ കൊടുത്ത ഒരു കേസിൽ 2ാം പ്രതിയായിരുന്നു ഞാൻ. 1ാം പ്രതി സതീഷ് ബാബു പയ്യന്നൂരായിരുന്നു. പാവം, എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങളുടെ പേരിൽ അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇയാൾ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ, അല്ല കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും, അപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആറ്റിങ്ങൽ കോടതിയുടെ പരിധിയിലാണ്. അപ്പോൾ എന്നെ അതിൽ 2ാം പ്രതിയാക്കി കേസ് കൊടുത്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 1ാം പ്രതിയായ സതീഷ് മരിച്ചുപോയി. സതീഷ് ബാബു പയ്യന്നൂർ മരിച്ചപ്പം 1ാം പ്രതിയും 2ാം പ്രതിയും എല്ലാം ഞാനൊരു ദൈവത്തിനും കൈക്കൂലി കൊടുക്കാതെ ഇന്നലെ കേസ് 3 മാസത്തേക്ക് നീട്ടിവെച്ചു. ഇനി 3 മാസം കഴിഞ്ഞ് കോടതി ചെന്നാൽ മതി. ആറ്റിങ്ങലിലാണ്. അതുപോലെ കമലിൻ്റെ
കൊള്ളരുതായ്മകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കമലിന് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. കാരണം ഒരു കേസ് വന്നാൽ, ഒരു പെൺകുട്ടി കൊടുത്തൊരു കേസ് വന്നാൽ ആ കേസ് എന്തായി എന്ന് ജനം ടി വിയിൽ നിന്ന് വിളിച്ചു കേട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇയാൾ പറയാ അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തെന്ന്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്താലും ഒരാളിനെ കൊന്നാലും ഒക്കെ സെറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ ഇവിടെ കോടതി പോലീസൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചാനൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തു. ഞാൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. അതായത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പരാതിയിൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അക്കാഡമിയുടെ ചുവന്ന ബോർഡ് ഊരി വാങ്ങണം. അക്കാഡമി കൊടുത്ത ഫ്ലാറ്റ് ദുരുപയോഗം ചെയ്തെങ്കിൽ ഇയാളെ പേരിൽ കേസെടുക്കണം. ഇത് രണ്ടും എൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ കാലത്ത് നടക്കില്ല എങ്കിൽ കേരളത്തിൽ ഒരിടത്തും ഇയാളെ ക്യാമറ വയ്ക്കാൻ അനുവദിക്കരുത്. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അതിന് ഇയാൾക്ക് കേസ് കൊടുക്കാക്കില്ല. കാരണം ഇയാൾ പ്രതിയായിട്ടാണല്ലോ അവിടെ പരാതി കിടക്കണേ. എൻ്റെ ഇരിപ്പുണ്ട്, എൻ്റെ കോപ്പി, കേസിൻ്റെ കോപ്പി ഇരിപ്പുണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കണം. പക്ഷേ അത് സെറ്റിൽ ചെയ്തു. 10-25 ലക്ഷം രൂപ കൊടുത്ത് ആ പെണ്ണിനെ ഒതുക്കിയിരിക്കാം. അതുകൊണ്ട് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി, കോടതിയിൽ പോലും എത്തിയില്ല. അതിന് മുമ്പേ ആ പെൺകുട്ടി എന്നെ വട്ടിയൂർക്കാവിൽ എഴുതി കൊടുത്തതാണ്, ഞാൻ കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞതാണ്. 25 ലക്ഷം രൂപ എന്താ ചിലവാക്കിയെന്നാണ് പറയണത്. അത് ഇയാൾ കാശുണ്ടല്ലോ, 10-60 ലക്ഷം രൂപ ബ്ലാക്കായിട്ടും വൈറ്റായിട്ടും ഒക്കെ വാങ്ങുന്ന, സംവിധാനം ചെയ്തതിന് വാങ്ങുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരു 25 ലക്ഷം രൂപ ഒരു വ്യഭിചാര കേസിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, കൊടുക്കട്ടെ. എന്തായാലും എൻ്റെ തെളിവുണ്ട്. അത് വെച്ചാണ് ഞാൻ സംസാരിച്ചത് ഈ ബോർഡ് ഊരി വാങ്ങണം. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കമൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അയാളുടെ പേരിൽ കൊടുത്താൽ കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളുടെ പടത്തിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു കേസ് കൊടുത്താണ് ഞാനിപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ പോക്സോ കേസിൽ പ്രതിയായിട്ട് പോയി നിൽക്കുന്നത്. അതിലും എനിക്ക് തോന്നുന്നു 2ാം പ്രതിയാണ്. അതിലും 1ാം പ്രതി i2i എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉടമ സുനിൽ മാത്യു ആണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ കേസ് എങ്ങനെ ഫ്രെയിം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സ്വാധീനിച്ച് ചെയ്തായിരിക്കാം. കാരണം ഞാനതിൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന പെൺകുട്ടി എന്നല്ല, ഒരു പെൺകുട്ടിയുടെയും പേര് പറഞ്ഞിട്ടില്ല, നാട് പറഞ്ഞിട്ടില്ല, അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പ്രായം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാളെ പറ്റിയാണ് പറഞ്ഞത്. ഇയാൾ അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പരാതിയിലുണ്ടെങ്കിൽ ഇയാളുടെ കാറിൻ്റെ ബോർഡ് ഊരി വാങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ പോക്സോ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോക്സോ കേസ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഞാൻ നെടുമങ്ങാട് കോടതിയിൽ ഞാനും സുനിൽ മാത്യുവും കൂടെ പോയി നിൽക്കും. ഞങ്ങൾ ഒരിക്കലും ജഡ്ജിയെ ബഹുമാനിക്കുന്നു, പക്ഷേ ഒരിക്കലും നട്ടൽ വളർത്തി നിന്നിട്ടില്ല. അവിടെയാണെങ്കിലോ 4-5 വയസ്സായ പെൺകുട്ടികളെ പീഡിപ്പിച്ച 80 വയസ്സുകാരനും 80 വയസ്സായ അമ്മച്ചിയെ പീഡിപ്പിച്ച 22 വയസ്സുകാരനും ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. എല്ലാവരും തല കുനിച്ച് നിൽക്കുന്നിടത്താണ് ഞാനും സുനിൽ മാത്യുവും പോയി തല ഉയർത്തി നിൽക്കുന്നത്. കാരണം രണ്ടുപേരും ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരാ, ചെയ്യില്ല. സത്യത്തിൻ്റെ എന്താ പറയുക, സത്യത്തിന് വേണ്ടി എത്ര അടിയുറച്ച് നിൽക്കാനും പേടിയില്ലാത്ത ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞങ്ങൾ ആ കേസ് സ്റ്റേ ചെയ്യണം, വാദം തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത് ഇപ്പോൾ 4 മാസത്തേക്ക് ആ കേസ് നീട്ടിവെച്ചു. ലക്ഷങ്ങളാണ് പോണത്. രണ്ടുപേരും കൂടെ ലക്ഷങ്ങളാണ് ചിലവിടുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ലക്ഷങ്ങളൊന്നും ഉള്ള ഒരു ധനികനല്ല ഞാൻ. എന്നിട്ട് പോലും കമലിൻ്റെ മൂത്താപ്പ വിചാരിച്ചാലും ദിനേശിനെ തോൽപ്പിക്കാൻ കഴിയില്ല കമലേ. അത്ര ഹൃദയവേദനയോടെയാണ് പറയണത്. നിങ്ങളെ കൂടെ നിങ്ങൾ എന്താ പറയുക, മാക്ട ഫെഡറേഷനിലൊക്കെ മത്സരിച്ച് തോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്ന ജയിച്ച എൻ്റെ മുമ്പ് നിന്ന് കരഞ്ഞ ആളാണ് കമൽ. അയാൾ എഴുതിയ പുസ്തകം ഒപ്പിട്ട് തന്ന ആളാണ് കമൽ. എനിക്ക് സ്നേഹപൂർവ്വം ദിനേശ്, ഞാൻ കൊടുക്കാതെ എടുത്ത് വെച്ച് നോക്കും, ഈ കമലൊക്കെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോ. പക്ഷേ ഒരധമന്മാരെ കൂടിയും വിട്ടുപിടിച്ച ദിനേശ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പോക്സോ കേസല്ല ഇനി എന്തൊക്കെ, ഞാൻ ഭീകരനാണെന്ന് പറഞ്ഞ് രാജ്യത്ത് സുരക്ഷയ്ക്ക് ഹാനി വരുത്തുന്ന എന്തെങ്കിലും ചെയ്യുന്ന ഒരു ദേശവിരുദ്ധനാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുത്താലും ഞാൻ തോക്കില്ല. കാരണം ജീവിതത്തിൽ പ്രിൻസിപ്പിളോടെ ജീവിക്കും. ചത്താലും ശരി, ആണായിട്ടേ ജീവിക്കും. വഴിവിട്ട് ഒരു കാര്യം ചെയ്യില്ല, ഒരു പെണ്ണിനെയും നശിപ്പിക്കുകയില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ കേസ് കൊടുത്താലും. അതിപ്പോൾ 4 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഞാൻ ഈ 2 കേസ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ദൈവത്തോടും പോയി പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പോൾ പൗർണമിക്കാവിൽ പോയി ദിലീപ് നിന്നതുപോലെ ഞാൻ ഒരിടത്തും പോകാറില്ല. ഞാൻ ജീവിതമാണ് ദൈവം, അല്ലെങ്കിൽ പ്രവൃത്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ശരിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദൈവങ്ങളുമായിട്ടും എതിർപ്പുമില്ല, സ്നേഹവുമില്ല. അതുകൊണ്ട് നമ്മൾ ആരുടെയും അപേക്ഷിച്ചിട്ടില്ല. സത്യം എൻ്റെ ഭാഗത്താണ് എന്ന ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ. ലക്ഷങ്ങൾ ചെലവിടുന്നു, തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ മുന്നിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ സംസാരിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ്. കമൽ എത്ര കളിച്ചാലും സത്യം ജയിക്കും. തെറ്റ് ചെയ്ത കമൽ തോൽക്കും. അഥവാ കോടതിയിൽ കമൽ തോറ്റില്ല എങ്കിലും മനസാക്ഷിയുടെ മുന്നിലെങ്കിലും കമൽ തോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇയാളൊക്കെ കലാകാരനെന്നാണ് പറയുന്നത്. ആലോചിച്ച് ഞാൻ എന്ത് ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളെന്നറിയോ. ഈ പെണ്ണുപിടി കേസുകൾ വന്നതോടുകൂടിയാണ് നമ്മളത് ഒഴിവാക്കിയത്. നമുക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കമലേ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത്. ഞാൻ നേരെ വാ നേരെ പോ, ആ വിശ്വാസത്തിൻ്റെ മാർഗ്ഗമാണ്. അതുപോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദിലീപ് ഫിയോക്കിൻ്റെ അടിയന്തരമായ മീറ്റിംഗ് വിളിക്കുന്നു. പിന്നാലെ പ്രസ് മീറ്റ്. ചെയർമാൻ ദിലീപ് പ്രസിഡന്റ് വിജയകുമാറിനെയും കൂടെ ഇരുത്തിക്കൊണ്ടായിരുന്നു പത്രസമ്മേളനം. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. വായില കുന്നിലപ്പനെ പോലെ വിജയകുമാർ ഇരിക്കുന്നു ദിലീപ് സംസാരിക്കുമ്പോൾ. ദിലീപിൻ്റെ ആബ്സെൻറ്റിൽ അയാൾ സംസാരിച്ച വാചകടിയൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, വിജയകുമാർ ഇങ്ങനെ ഇരിക്കുന്നു, ചെയർമാൻ പറയട്ടെ എന്നുള്ള രീതിയിൽ. തെറ്റായ വാർത്തകൾ പുറത്തു വരുന്നു എന്നാണ് ആദ്യമായിട്ട് ദിലീപ് പറഞ്ഞത്. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില നവമാധ്യമങ്ങൾ ശരിയല്ലാത്ത വാർത്തകൾ പുറത്തുവിട്ടു. ദിലീപ് പറയുകയാണ്, ഒരു തെറ്റായ വാർത്തയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയോ, അവിടെ മുന്നേ ഇരിപ്പുണ്ട് ഹൈദരാലി എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് പരിചയമില്ല, പക്ഷേ അയാൾ ഒന്നും തെറ്റായ ഒരു കാര്യവും കള്ളവും പറഞ്ഞിട്ടില്ല. അയാൾ സിയാദ് കോക്കറിനോട് അഭിമുഖം എടുക്കും, നേരെ പോയി ഫിയോക്ക് വിജയകുമാറിൻ്റെ അഭിമുഖം എടുക്കും, നേരെ ചെന്ന് രഞ്ജിത്തിൻ്റെ അഭിമുഖം എടുക്കും, വിജയകുമാറിൻ്റെ അഭിമുഖം എടുക്കും, നേരെ ചെന്ന് രാകേഷിൻ്റെ അഭിമുഖം, ഇങ്ങനെ ഓരോരുത്തരെയും മാറി മാറി എടുത്ത് ആരെ കൂടെ നിൽക്കുന്നോ അവരെ സൈഡ് ചെയ്ത് സംസാരിക്കുക. അതാണ് എനിക്ക് ഹൈദരാലിയോട് തോന്നിയ ഒരൊറ്റ എതിർപ്പ്. ഇപ്പോൾ വിജയകുമാറിനോട് ഇരിക്കുമ്പോൾ ഈ നിർമ്മാതാക്കൾ ശരിയല്ല അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ? അപ്പോൾ വിജയകുമാർ അടിച്ചു വിടും. അതാണല്ലോ ആവശ്യം. നേരെ ചെന്ന് സിയാദ് കോക്കറിൻ്റെ പറയും, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം, നിങ്ങളുടെ ഭാഗത്ത് ന്യായം നിൽക്കുമ്പോൾ ഈ വിജയകുമാർക്ക് ഇത് എന്തോന്ന് കാണിക്കണേ എന്ന് പറയും. അപ്പോൾ സിയാദിനെ പോലുള്ളവർ പറയുന്നത് എടുത്ത് ഒരു എപ്പിസോഡാക്കും. അങ്ങനെ മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അയാൾ ഇല്ലാത്തത് ചെയ്തിട്ടില്ല. പക്ഷേ ദിലീപ് പറയുന്നത് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില നവമാധ്യമങ്ങൾ ശരിയല്ലാത്ത വാർത്തകൾ പുറത്തുവിട്ടു. ലിസ്റ്റർ സ്റ്റീവൻ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ വെച്ച് ഹൈദരാലിയുടെ കൂടെ ലിസ്റ്റൻ പറയാണ്, ഞങ്ങളുടെ ഇപ്പം തിയേറ്ററുകാരുമായിട്ടുള്ള ഈ സമരം കൊണ്ട് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയത് നിങ്ങളാണ്. ആര്? ഹൈദരാലിയോട് പറയുക. കാരണം നിങ്ങൾ എന്താ പറയുക, കാശുണ്ടാക്കാനായിട്ട് അപ്പുറമുള്ളവരും ഇപ്പുറമുള്ളവരും ഒക്കെ തമ്മിൽ അടുപ്പിച്ച് അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടായി, വേറെ ആർക്കും ഒരു ഗുണം ഉണ്ടായില്ല എന്ന് ലിസ്റ്റൻ പറയുന്നു. പക്ഷേ ദിലീപ് പറയുന്നത് തെറ്റായ വാർത്തകൾ പുറത്തുവിട്ടു എന്ന തെറ്റായ കാര്യമാണ്. സത്യത്തിൽ തെറ്റാണ് ദിലീപ് നിങ്ങളങ്ങനെ പറയുന്നത്. അങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. ഒരു വലിയ സംഘടനയുടെ ചെയർമാനോട് ചർച്ച ചെയ്യാതെ ഒരു പ്രസിഡൻറ്റ് തീരുമാനമെടുക്കുക, അത് വിശദീകരിക്കാൻ വിളിക്കുന്ന പത്രസമ്മേളനത്തിൽ റെപ്യൂട്ടഡ് പേഴ്സണായ ഒരാളെ 23 കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, മലയാളം പറയുന്ന ഒരു സിനിമ കളിക്കില്ലെന്ന് പറയുക, ഒരു യുദ്ധം നടക്കുമ്പോൾ ചിലരെ വിഡ്ഢിയാക്കും എന്ന് പറയുക. ഹൈദരാലിയെ വിഡ്ഢിയാക്കിയതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് ചെയർമാനായ ദിലീപ് പറയുമ്പോൾ അതെന്ത് ന്യായം ദിലീപേ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളപ്പോൾ ചെയർമാനാണെങ്കിൽ ഇതൊക്കെ അറിയണ്ടേ? അതോ നിങ്ങൾ ഇവിടെയൊന്നും ഇല്ലാതെ ഉഗാണ്ടയിലായിരുന്നോ, നെറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത്? ഇങ്ങനെ എന്തിന് ദിലീപേ അഴകുഴമ്പം വർത്താനം പറയണേ? ഫിയോക്കിൻ്റെ ചെയർമാനാണ് ദിലീപെങ്കിൽ ഞാൻ അറിയാതെ തിയേറ്ററുകളിൽ മലയാളം പടം കളിക്കില്ല എന്ന് പറയാൻ താൻ ആരാ എന്ന് വിജയകുമാറിനോട് ചോദിക്കണ്ടേ? ആണത്തുള്ളവരാണെങ്കിൽ ചോദിക്കണം, ഞാനാണെങ്കിൽ ചോദിക്കും, താൻ ആരാ? ഞാൻ ഇതിൻ്റെ ചെയർമാനാണ്, ഞാൻ അറിയാതെ താൻ ആരാ അത് പറയാൻ എന്ന് ചോദിക്കണ്ടേ? ദിലീപ് ചോദിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ പേരിനെ മുന്നിൽ നിർത്തി ഫിയോക്കിൽ ഏകാധിപതിയെ പോലെ പെരുമാറുന്ന തൻ്റെ കൂടെ ഞാൻ ഇരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ താൻ ഇരിക്കണ്ട എന്ന് പറയാനുള്ള ആണത്തും ദിലീപ് കാണിക്കണ്ടേ? ദിലീപിന് ആ പത്രസമ്മേളനത്തിൽ നിന്നും പറയായിരുന്നു, വിജയകുമാർ എൻ്റെ അടുത്തിരിക്കരുത്, എൻ്റെ അടുത്തിരിക്കരുത് നിങ്ങൾ. കാരണം നിങ്ങൾ ചെയർമാനായ എന്നോട് ചോദിക്കാതെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വന്ന് എൻ്റെ അടുത്ത് കയറി ഒട്ടിയിരിക്കണ്ട, നിങ്ങൾ ഇറങ്ങി മറിയി, ഞാൻ മാത്രം ഇരുന്നാൽ മതി എന്ന് പറയണ്ടേ ദിലീപ്? പറയണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ പലരും പത്രസമ്മേളനം നടത്തുമ്പോൾ ഒറ്റയ്ക്കല്ലേ ഇരുന്ന് നടത്തണേ, അതുപോലെ നടത്തണമായിരുന്നു. അതിനെന്തിനാ ഇയാളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടിരുത്തിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിന് പകരം തിയേറ്റർ അടച്ചിടും എന്ന സത്യമല്ലാത്ത വാർത്ത പരത്തിയെന്ന് ദിലീപ് പറയുന്നു. ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് ദിലീപേ നിങ്ങൾ ഈ പറയുന്നത്. തിയേറ്റർ അടച്ചിടുമെന്ന് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വിജയകുമാർ പറഞ്ഞിട്ടില്ല. തിയേറ്റർ അടച്ചിടുമെന്ന് പറഞ്ഞിട്ടില്ല, കാരണം ചക്കച്ചുള്ള പോലെ പൈസ കിട്ടണ്ടേ. അപ്പോൾ തിയേറ്റർ അടച്ചിടില്ല, ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള പണം വാരി പടങ്ങളായ 4 പടവും എത്ര ദിവസം വേണമെങ്കിലും കളിക്കും, കാരണം ഞങ്ങൾക്ക് കാശ് കിട്ടുന്നില്ലേ. ഞങ്ങൾ പറഞ്ഞത് ഇനിയൊരു മലയാള പടം കളിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനെ ദിലീപ് വളച്ചൊടിക്കുന്നു. തിയേറ്റർ അടച്ചിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല, തിയേറ്റർ അടച്ചിട്ടില്ല, അടച്ചിടുന്നു ഹൈദരാലിയും പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. സംഘടനയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ദിലീപ് പറയുന്നത്. തിയേറ്റർ അസോസിയേഷൻ ഒരു സമരം പ്രഖ്യാപിച്ചു എന്ന ഒരു വാർത്ത പ്രചരിച്ചു അത്രേ. സമരം ചെയ്യുമെന്നല്ല പറഞ്ഞേ, മലയാള സിനിമ കളിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ സമരമൊന്നും ഫിയോക്ക് പറഞ്ഞിട്ടില്ല. ദിലീപിനോട് ആര് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവില്ല. മലയാള സിനിമ ഫിയോക്കിൻ്റെ തിയേറ്ററുകളിൽ കളിക്കില്ല എന്ന് പറയുന്നതും ഒരു സമരമാണ് ദിലീപേ, സമരമല്ല. അതിന് ശരിക്കും പറയേണ്ടത് സമര ആഭാസം എന്നാണ് പറയാൻ. കാരണം കേരളം പോലെ പ്രബുദ്ധരായ ആൾക്കാരുള്ളൊരു സംസ്ഥാനത്ത്
മലയാള സിനിമ ഞങ്ങൾ കളിക്കില്ല, ബാക്കി എല്ലാ ഭാഷയും കളിക്കുമെന്ന് പറഞ്ഞു. തമിഴൻ്റെ തെലുങ്കൻ്റെ നാട്ടിലായിരിക്കണം തിയേറ്റർ കത്തിച്ചുള്ള ആളുകൾ. ഞാനത് വിശ്വസിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ ഹിന്ദിയിൽ ബോർഡ് വെച്ചപ്പോൾ മൊത്തം പെയിൻ്റ് അടിച്ചവന്മാരാ തമിഴന്മാർ ഇല്ലേ. ഇവിടെ ലോനപ്പൻ നമ്പാടൻ മാഷ് ഏതോ അങ്ങനെ എന്തോ 1-2 ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ തമിഴ്നാട്ടിൽ നടത്തിയിട്ടില്ല. തമിഴൻ്റെ സിനിമ കളിക്കാതെ തമിഴ് സിനിമയ്ക്ക് ഇംഗ്ലീഷ് പേര് ഇവിടെ മലയാളത്തിൽ ഇടുമ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പേരിട്ടോട്ടെ വിവരം അറിയും. അതുപോലെ ആയിരിക്കണമായിരുന്നു. ഭാഷയോട് സ്നേഹമുള്ളവർ അങ്ങനെയൊക്കെയാണ് ദിലീപേ. ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന വെച്ചുകൊണ്ട് മലയാള സിനിമ കളിക്കില്ല എന്ന് പറയാം ചങ്കൂറ്റത്തോടെ. എന്നിട്ട് ദിലീപ് പറയാണ് സമരം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല. സമരമല്ല, മലയാള സിനിമ കളിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വരട്ട് ന്യായം പറഞ്ഞാൽ മലയാള സിനിമ കളിക്കില്ല എന്നും സിയാദ് കോക്കറിനെ പോലെ വ്യക്തിത്വമുള്ളവരെ സംഘടനാ നേതാക്കളെ അനാവശ്യം പറയാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ വിജയകുമാറിന് കിട്ടുന്നു? ഇതര സംഘടനാ നേതാവിനെ എന്ത് മഹത്വമുള്ളവനാണെന്നോ അല്ലെങ്കിൽ 23 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നോ പറയാൻ വിജയകുമാറിന് സ്വാതന്ത്ര്യം കൊടുത്തതാര്? നിർമ്മാണ സംഘടന തുടങ്ങിയ കമ്പനി ബിനാമിയാണെന്ന് പറയുന്ന ഒരു നേതാവിനെ നിയന്ത്രിക്കാതെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ന്യായമെടുക്കൽ ആര് മുഖവിലേക്ക് എടുക്കും ദിലീപേ? ഇപ്പോൾ ദിലീപിൻ്റെ ഒരു പ്രശ്നം എന്താ? ദിലീപ് ഇപ്പം പുറത്താക്കി നിർത്തിയിരിക്കായിരിക്കാം, അതിലൊന്നും കാര്യമില്ല. അമ്മയിലെ മെമ്പർ, ഫെഫ്കയിലെ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ദിലീപ് അസിസ്റ്റൻ്റ് ഡയറക്ടറൊന്നും വർക്ക് ചെയ്യില്ലല്ലോ. അല്ല, ദിലീപ് നമ്മുടെ കൂടെയുള്ള ഒരു ബലമാണ്. എടുത്തു, മെമ്പർഷിപ്പ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആ കേസ് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ വീരശൂര പരാക്രമം കാണിക്കാനായിട്ട് ദിലീപിനെ അംഗത്വം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ക്യാൻസൽ ചെയ്തവന്മാർ തന്നെ ദിലീപിൻ്റെ ഓശാരം പോലെ ഡേറ്റ് വാങ്ങിച്ച് സിനിമ ചെയ്യുന്നു. അവിടെ എല്ലാം ദിലീപ് പോയി സഹകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ചില നേരത്ത് തോന്നി ഈ ദിലീപ് പൊട്ടനാണോ എന്ന് തോന്നാറുണ്ട്. കാരണം ഫെഫ്കയിൽ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്ത് ഫെഫ്കയിൽ ദിലീപ് മെമ്പറാണെന്ന് ഞങ്ങൾക്കൊരു അഭിമാനമാണ്, എടുക്കണമെന്നൊന്ന് എടുപ്പിച്ചിട്ട് ഒരു കേസ് വന്നപ്പോൾ ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ ആദ്യം ചവിട്ടി പുറത്താക്കിയത് ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നാണ്. എന്നിട്ട് ആ പുറത്താക്കിയവൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ദിലീപ് പോയി അഭിനയിക്കുന്നു. അതൊക്കെ ഇവിടെ നടക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ദിലീപ് ഇങ്ങനെയൊക്കെയാണെന്നേ. എനിക്കിപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും എനിക്ക് ദിലീപിനെ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് തോന്നണേ. ദിലീപിന് സ്ഥായിയായ സ്നേഹമോ സ്ഥായിയായ വിരോധമോ ഒന്നും ആരോടും ഇല്ലെന്നേ. അതിപ്പോൾ എന്താ പറയുക, അയാളെ വെട്ടി നിരത്താൻ നടക്കുന്ന ഏവന്മാരെല്ലാം എവിടെയെല്ലാം വെച്ച് കണ്ടാൽ, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ മോൻ്റെ കല്യാണത്തിനൊക്കെ പോണോണം കാണാൻ ദിലീപ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുസ്മേരെ വതനായി ചെല്ലുന്നോണം കാണാൻ. അതുപോലെ എന്താ പറയുക, ഇയാളെ ഏത് കേസിലും വെട്ടി നിരത്തണമെന്ന് വിചാരിച്ചിരുന്ന ലിബർട്ടി ബഷീറിനെയൊക്കെ കാണുമ്പോൾ ഇക്കോ എന്നൊക്കെ പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കുന്നത് ഇത് കള്ളമാണോ സത്യമാണോ എന്നുണ്ടോ? സ്നേഹം മനസ്സിൽ വെച്ചിട്ടാണോ അതോ അഭിനയിക്കുകയാണെന്ന് എനിക്കുണ്ടോ? ദിലീപ് അങ്ങനെയാണ്. അയാൾക്ക് സ്ഥായിയായ സ്നേഹവുമില്ല, സ്ഥായിയായ ദേഷ്യവും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സംഘടന നടത്തുമ്പോൾ സംഘടനയിലെ അംഗങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരും. ദിലീപ് പറയുന്നത് വരും, തീർച്ചയായിട്ടും വരും. പരിഹാരം കാണാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുമെന്നും ദിലീപ് പറയുന്നു. അങ്ങനെ ഫിയോക്കിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളുണ്ടായി, അത്രയും അയാൾ സത്യം പറഞ്ഞു. അത് സംസാരിച്ച് വന്നപ്പോഴാണ് വലിയൊരു സമരത്തിലേക്ക് വന്നെത്തിയത്. ഈ ആഴ്ച മുതൽ സിനിമകളില്ല, തിയേറ്ററുകളിൽ അടക്കുകയാണെന്നുള്ള പ്രചരണമുണ്ടായി. ഞാൻ അന്വേഷിച്ചു. സത്യസന്ധമായി ജനങ്ങൾ കാണുമ്പോൾ നമ്മൾ തിയേറ്ററുകളൊക്കെ അടയ്ക്കുന്നത്, അങ്ങനെ ഒരു വാർത്ത വരുന്നത് ശരിയല്ല എന്നാണ് ദിലീപ് പറയുന്നത്. തിയേറ്റർ അടയ്ക്കുമെന്ന് ഫിയോക്ക് വിജയകുമാറും പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറഞ്ഞിട്ടില്ല, ഹൈദരാലിയും പറഞ്ഞിട്ടില്ല, ലോകത്തുള്ള ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ദിലീപേ, നിങ്ങളെന്തിനാ ഈ കള്ളം പറയണേ? മലയാള സിനിമ കളിക്കില്ല എന്നാണ് ഫിയോക്ക് പറഞ്ഞത്. അത് ഫിയോക്കൊന്നും പറയണ്ട, വിജയകുമാർ പറഞ്ഞത്. അല്ലാതെ സമരം എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ടില്ല. ജനങ്ങൾ ആവേശത്തോടെ തിയേറ്ററുകളിൽ വരുന്നുണ്ട്, പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വരണം എന്നുള്ള ആഗ്രഹം ഉദിച്ചിട്ടുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് വരാനുള്ള ആവേശം കാണുമ്പോൾ, സിനിമകൾ ഓടുന്നുണ്ട്, സിനിമകൾ നന്നാവുന്നുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന് ദിലീപ് പറയുന്നു. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ മോളുടെ താലി അറ്റാലും വേണ്ടില്ല മരുമോൻ ചാകണം എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു നിലപാട് നിങ്ങളുടെ വിജയകുമാർ എടുത്തത്. തിയേറ്ററിലേക്ക് വരണം, നല്ല നല്ല സിനിമകൾ 4 സിനിമ നന്നായിട്ട് ഓടല്ലേ, മാസങ്ങളോളം ഓടാൻ സാധ്യതയുണ്ട് 4 സിനിമകൾ. ആ 4 സിനിമ നന്നായിട്ട് ഓടുമ്പോൾ എന്നാൽ ഇവിടെ വെച്ച് ഒരു പൂട്ടണം. കാരണം അങ്ങനെ യവന്മാർ കാശുണ്ടാക്കണ്ട. നമുക്ക് മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞൊരു സമരം തുടങ്ങാമെന്ന് തീരുമാനിച്ചതല്ലേ തെമ്മാടിത്തര ദിലീപേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അടച്ചിട്ട സമരത്തിനൊന്നും ഫിയോക്ക് എന്ന സംഘടന തയ്യാറല്ല എന്നാണ് ദിലീപ് പറയുന്നത്. ആ സംഘടന ഉണ്ടാക്കിയത് തന്നെ അതിനല്ലേ. ലിബർട്ടി ബഷീറിനെ പോലെ നിരന്തരമായി തിയേറ്ററുകൾ അടച്ചിടണം എന്ന് പറഞ്ഞ് സമരം ഉണ്ടാക്കുന്നതിനെതിരെയാണല്ലോ ഫിയോക്ക് ഉണ്ടാക്കിയത്. അപ്പോഴെന്താ നിങ്ങൾ പറഞ്ഞത്? അടച്ചിട്ടുള്ള ഒരു സമരത്തിനില്ല എന്ന്. നിങ്ങളുടെ വിജയകുമാറും പറയുന്നത് അടക്കിയില്ല എന്ന് തന്നെ, പക്ഷേ മലയാളം സിനിമ കളിക്കില്ല എന്ന്. അതെന്ത് ന്യായം?
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തിയേറ്റർ അടയ്ക്കില്ല, പക്ഷേ മലയാള സിനിമ കാണിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമാ കുടുംബത്തിനോട് സംസാരിക്കുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനോടും ഡിസ്ട്രിബ്യൂട്ടറും ചേംബറും ഒക്കെ ആയിട്ടാണല്ലോ സിനിമാ കുടുംബം സംസാരിക്കുന്നത്. അതൊരു കുടുംബമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമെന്നാണ് ദിലീപ് പറയുന്നത്. തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കാൻ ദിലീപേ, പക്ഷേ അച്ഛനെ കയറി അളിയാന്ന് വേണമെങ്കിലും വിളിച്ചോ, സാരമില്ല. പക്ഷേ അച്ഛനെയും പെങ്ങളുടെ ഭർത്താവിനെയും ഒന്നും ഫ്രോഡേന്ന് വിളിക്കരുത് ദിലീപേ. നിങ്ങൾ അച്ഛനെ ചിലപ്പോൾ കയറി നമുക്ക് സ്നേഹം മൂക്കുമ്പോൾ അളിയാന്ന് വിളിച്ചോ, പക്ഷേ അച്ഛനെയും സഹോദരിയുടെ ഭർത്താവിനെയൊക്കെ ഫ്രോഡേന്ന് വിളിച്ച് കളിക്കരുത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ സിയാദ് ഖോക്കർ 23 കേസിലെ പ്രതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സിയാദ് ഖോക്കറിൻ്റെ ഒരു പേപ്പർ വരുമ്പോൾ മനസ്സിലാവും 23 കേസിൽ ഏതൊക്കെ കേസിലാണ് ഞാൻ പ്രതി, ഏതൊക്കെ കോടതിയിലാണെന്നൊന്ന് അറിയിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ജാമ്യം എടുക്കാൻ എളുപ്പമുണ്ട് പുള്ളിക്ക്. ഇങ്ങനെയൊന്നും തോപ്പിക്കാൻ വേണ്ടി തോപ്പിക്കുക എന്ന് പറയുമ്പോൾ ആയിപ്പോയി ദിലീപേ വിജയകുമാർ കാണിച്ച വേല. ആ പ്രതിഷേധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പരിഹാരം കാണാതിരുന്നപ്പോൾ, ചെറിയ കാലതാമസം വന്നപ്പോഴുണ്ടായ വിഷമം, പ്രസൻറ്റ് ടൈമിൽ ഒരു തിയേറ്ററിലുണ്ടായ വിഷമം, ഇതൊക്കെ ചേർത്താണ് ഇപ്പോഴത്തെ ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായെന്നാണ് ദിലീപ് പറയുന്നത്. നിങ്ങൾ പ്രതിഷേധത്തിന് കാരണമെന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു മേശയുടെ ചുറ്റുമിരുന്ന് സംസാരിക്കണ്ടേ? അല്ല എങ്കിൽ ഞങ്ങൾ ഇന്ന വിഷയങ്ങൾ കാരണം ഞങ്ങൾ മലയാള സിനിമ ഇനി കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കണമെന്നൊരു പേപ്പറെങ്കിലും നിങ്ങൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ ഒരു തിയേറ്ററിനുണ്ടായ ചില തിയേറ്ററിൽ വിഷമമൊന്നും വേറെ ഒന്നുമില്ല ദിലീപേ. ഒരു തിയേറ്റർ കെട്ടിയിടും, ഹാള് കെട്ടിയിടും, പ്രൊജക്ടർ ഞങ്ങൾ വയ്ക്കില്ല. ഇതാണ് പ്രശ്നം. പ്രൊജക്ടർ നിങ്ങൾ വാടക കൊടുത്ത് നിർമ്മാതാക്കൾ തന്നെ പൈസ കൊടുത്ത് UFI എന്നൊക്കെ എടുക്കണമെന്ന് പറയുന്നിടത്താണ് വിഷയം. അത് ദിലീപ് അത് പറയുന്നില്ല. ഒരു തിയേറ്ററിനുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പം സമരം ഉണ്ടായെന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അതൊക്കെ ഞങ്ങൾ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർമാരുമായി സംസാരിച്ച് ഞാൻ തന്നെ പേഴ്സണലായി പോയി സംസാരിച്ചതാണ്, എന്നിട്ട് നടന്നില്ലേ എന്ന് ദിലീപ് പറയുന്നില്ല. ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം പ്രസൻറ്റ് ടൈമിൽ നിൽക്കുന്നത് നമുക്ക് ചർച്ച ചെയ്ത് രണ്ട് കൂട്ടരും കൂടെ സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വിജയകുമാർ ഓവർ സ്മാർട്ട് കളിച്ചത്. ഏത് മലയാള സിനിമ കളിക്കില്ല എന്ന്. ഇനി സംസാരം നടക്കില്ല ദിലീപേ. ഫിയോക്കിൻ്റെ ഇപ്പോഴത്തെ ഭരണ സമിതിക്കാരുമായി ഒരു ചർച്ചയ്ക്കും നിർമ്മാണ വിതരണ സംഘടനാ ഭാരവാഹികൾ ഇരിക്കില്ല ദിലീപേ. അതും കൂടെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാം അറിയുന്നത്, നിങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ ചുമ്മാ പറയുന്ന. നിങ്ങൾ ഇനി ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ ചെല്ലണ്ട. അത് ചേംബറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേംബറിൻ്റെ നേതാക്കന്മാരും കൂടെ ഇരുന്നു കൊണ്ട് വിജയകുമാർ പറഞ്ഞ വാചകമടി കേട്ടതുകൊണ്ട് നിർമ്മാതാക്കൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന, അതിൽ ദിലീപിനെയും പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ചെയർമാനല്ലേ, ഇപ്പോൾ ഭരിക്കുന്ന ചെയർമാൻ, ഇപ്പോൾ ഭരിക്കുന്ന പ്രസിഡന്റ്, ഇപ്പോൾ ഭരിക്കുന്ന സെക്രട്ടറി ഒക്കെ ആയിട്ട് ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്നാണോ അവർ തീരുമാനിച്ചത്? അതോ ദിലീപിനെ മാറ്റിയിട്ട് ഈ പ്രസിഡന്റിനും സെക്രട്ടറിയും ആയിട്ടുള്ള ചർച്ചയ്ക്ക് ഇല്ല എന്നാണോ പറഞ്ഞത്? എന്തായാലും അവർ സംസാരിക്കില്ല. പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്ററുകാരുമായിട്ട് ഇനി സംസാരിക്കില്ല പുതിയ ഭാരവാഹികൾ വരുന്നത് വരെ. ജനങ്ങളുടെ മുന്നിൽ സിനിമയുണ്ടോ, തിയേറ്റർ അടച്ചിടുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു ഉത്തരമേ ഉള്ളൂ, നമ്മൾ തിയേറ്റർ അടയ്ക്കുന്നില്ല. തിയേറ്ററുകളെല്ലാം തുറന്നു തന്നെ ഇരിക്കുകയാണ്, പൂട്ടണേ ഇല്ല എന്നാണ് ദിലീപ് പറയുന്നത്. പക്ഷേ മലയാള സിനിമ കളിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് 23-ാം തീയതി മുതൽ. ഇനിയിപ്പോൾ 7-ാം തീയതി തങ്കമണിയും ഒക്കെ വരുമ്പോൾ, ദിലീപിൻ്റെ പടം വരുമ്പോൾ, ചെയർമാൻ്റെ പടം വരുമ്പോൾ ഇവർ കളിക്കില്ല എന്ന് പറയില്ല എന്ന് തോന്നുന്നു. അതോടുകൂടി സമരം പൊളിയുമായിരിക്കാം, നമുക്ക് നോക്കാം. തിയേറ്ററുകളെല്ലാം തുറന്നിരിക്കുകയാണെന്നാണ് ദിലീപ് പറയുന്നത്. വരുന്ന ഏത് സിനിമയും തിയേറ്ററിൽ കളിക്കും എന്ന് അസന്നിഗ്ധമായി വിജയകുമാറിൻ്റെ മുമ്പേ ഇരുന്ന് തന്നെ ദിലീപ് പറയുന്നുണ്ട്. ഞാനപ്പോൾ ദിലീപ് പറയുന്നതല്ല നോക്കണം, ഞാൻ വിജയകുമാറിനെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. ആ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും അറിയാക്കില്ല. വായില കുന്നിലപ്പൻ ഇരിക്കും പോലെ പാറയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നല്ലാതെ അയാളുടെ മനസ്സിൽ എന്താണ് ചിന്തയെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല. ദിലീപ് ഇരുന്ന് അടിച്ചു വിടുന്നു. വളരെ ഒരു ഈ നല്ല ശാന്തപ്രകൃതമായ പള്ളിയിലച്ചന്മാർ പ്രഭാഷണം നടത്തുന്നത് പോലെ ദിലീപ് പറയുന്നുണ്ട്. ദിലീപിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവില്ല, കാരണം മനസ്സിലുള്ള ഒന്നും നമുക്ക് മനസ്സിലാവില്ല. വളരെ ശാന്തനായിരുന്നു സംസാരിക്കുന്നു. അതിനേക്കാൾ അതിശാന്തനായി വിജയകുമാർ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വിജയകുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ദിലീപ് പറഞ്ഞു, തിയേറ്റർ അടച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന സമരത്തിൽ പറയുന്ന കാരണങ്ങളൊന്നും നടക്കില്ല, അതായത് മലയാള സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കളിയൊന്നും നടക്കില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ വിജയകുമാറും ഉണ്ടോതെ കയ്യും കെട്ടിയിരിക്കുക. തിയേറ്ററുകളെല്ലാം തുറന്നു തന്നെ ഇരിക്കുകയാണ്. വരുന്ന ഏതു സിനിമയും തിയേറ്ററുകളിൽ കളിക്കും. അത് മലയാളമായാലും ഏതു സിനിമയായാലും കളിക്കുമെന്ന് ദിലീപ് പറയുന്നു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ദിലീപ് പറയുന്നു. പ്രശ്നങ്ങൾ സഹോദര സംഘടനകളിൽ സംസാരിച്ച് പരിഹരിക്കും. സഹോദര സംഘടനകൾ കുറച്ചു കാലത്തേക്കെങ്കിലും ദിലീപെ നിങ്ങളുടെ ചർച്ചകൾക്കൊന്നും ഇരുന്ന് തരില്ല എന്നാണ് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയത്. ഞാനതിൽ ചിലരോട് സംസാരിച്ചാൽ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫിയോക്കിൻ്റെ ഇപ്പോഴത്തെ ഭരണസാരഥികളോടൊപ്പം ഇരുന്ന് സംസാരിക്കില്ല, എന്തു വന്നാലും സംസാരിക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ എന്നാണ് ദിലീപ് പറയുന്നത്.
അതിനാണ് പറയുന്നത് ദിലീപേ, സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുക്കരുത്. നിങ്ങളുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ മഹാൻ അനാവശ്യം സിയാദ് കോക്കറിനെ പോലൊരു ഒരു നോട്ടബിളായ ഒരു പ്രൊഡ്യൂസറെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞതാണ് ഇപ്പോൾ പ്രശ്നം ദിലീപേ. അല്ലെങ്കിൽ നിങ്ങൾ പറ, പരസ്യമായിട്ട് ദിലീപ് മാപ്പ് പറ. സിയാദ് കോക്കറിനെ തെറി വിളിച്ചത് അല്ലെങ്കിൽ 26 കേസിൽ 23 കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞത് ഞാനിതാ മാപ്പ് പറയുന്നു എന്ന് പറ. അത് ദിലീപ് പറയുന്നില്ല. ദിലീപ് ഒരു സംഭവം ഇവിടെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ സഹോദര സംഘടനകളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കണ്ട് ചായയൊക്കെ കുടിച്ച് 4 സിനിമ പരദൂഷണമൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നടക്കില്ല ദിലീപേ. ആ വിഷയങ്ങൾ എന്തായാലും നമ്മൾ ചർച്ച ചെയ്ത് തീർക്കുമെന്നാണ് ദിലീപ് പറയുന്നത്. ചർച്ച ചെയ്ത് തീരില്ല. വ്യക്തിപരമായ പകപോക്കലോ മറ്റ് വിഷയങ്ങളോ ഒന്നുമില്ല. ഒരു പ്രശ്നവും ഈ നാട്ടിലില്ല എന്നാണ് ദിലീപ് പറയുന്നത്. ധൈര്യമായിട്ട് എല്ലാ തിയേറ്ററുകളിലേക്കും ആൾക്കാർക്ക് വരാം. നിങ്ങൾ പത്രക്കാർ കുഴപ്പമുണ്ടാക്കരുതെന്നാണ് ദിലീപ് പറയുന്നത്. തിയേറ്ററിലേക്ക് വരാൻ പേടിക്കുന്നതിന് പ്രേക്ഷകർ അവർ പൈസ കൊടുത്തിട്ടില്ല വന്നിരുന്നത് സിനിമ കാണുന്നത്. ദിലീപ് പറയുകയാണ് ആർക്കും ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാമെന്ന്. എന്താ വല്ല ഭീകരവാദവും നടക്കണം തിയേറ്ററിൽ? അതൊന്നും ഇല്ല ദിലീപേ. നിങ്ങൾ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോർ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുമെന്നാണ്. കോർ കമ്മിറ്റി? അത് കോർ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുമെന്ന്. UFO അടക്കമുള്ള കമ്പനികൾക്ക് മോഹൻലാലിൻ്റെ മലൈക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ സിനിമ കളിക്കാനായിട്ട് ആൻ്റണി പെരുമ്പാവൂർ 84 ലക്ഷം രൂപ അടച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു എന്തൊരു ദ്രോഹമാണ് ഈ കുത്തക മുതലാളിമാരുടെ സംവിധാനം ഉപയോഗിക്കുന്നതിൽ നിന്നുണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കാര്യമാണ് ഞാനീ പറയുന്നത്. 84 ലക്ഷം രൂപയാണ് മലൈക്കോട്ട വാലിബന് വേണ്ടി ഈ പറയുന്ന UFOയ്ക്കും അതുപോലുള്ള ഇവർക്കൊക്കെ വേണ്ടി അടച്ചത്. നേരെ മറിച്ച് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ PDC മാസ്റ്ററിങ്ങും സർവറും ആയിരുന്നെങ്കിൽ 17.5 ലക്ഷം രൂപ ചിലവിട്ടാൽ മതിയായിരുന്നു. 17.5 ലക്ഷം എവിടെ നിൽക്കുന്നു, 87 എവിടെ നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. ആന്റണി പെരുമ്പാവൂരിനോ അല്ലെങ്കിൽ ഷിബു ബേബിജാണിനൊന്നും പ്രശ്നമില്ല. കാരണം അവരിലിപ്പം നല്ല കാശുണ്ട്, വേർക്കാത്ത കാശ് ഒരുപാടുണ്ട്. പക്ഷേ ഒരു പാവപ്പെട്ട കെട്ടുതാലി പണയം വെച്ചും വിറ്റുമൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ കിടപ്പാടം വിറ്റെടുക്കുന്ന ഒരു നിർമ്മാതാവിന് 87 ലക്ഷമൊക്കെ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക. മലൈക്കോട്ട വാലിബന് 84 ലക്ഷം രൂപയാണ് UFOയ്ക്കൊക്കെ അടച്ചത്, ക്യൂബിനുമൊക്കെ അടച്ചത്. നേരെ മറിച്ച് PDCയുടെ മാസ്റ്ററിങ് ആയിരുന്നുവെങ്കിൽ 17.5 ലക്ഷം രൂപ അടച്ചാൽ മതിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിജിറ്റൽ കണ്ടൻറ്റ് മേക്കിംഗ് സിസ്റ്റം വഴി കളിച്ചാൽ പാവപ്പെട്ട നിർമ്മാതാക്കൾക്ക് ആശ്വാസമാകും. BPF ചാനൽ കുത്തക കമ്പനികൾ ഈ സർവർ ലോക്ക് ചെയ്താണ് ഇപ്പം അടുത്ത കളി കളിക്കുന്നത്. അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് അങ്ങനെയാണ്. സർവർ ലോക്ക് ചെയ്ത് കളയും. തിയേറ്ററുകൾ കൂട്ടു നിൽക്കുന്നു അതിന് എന്നുള്ളതാണ് ഇതിൽ രസകരമായ കാര്യം. പൂട്ട് ലോക്ക് നിങ്ങളുടെ മാത്രം കളിച്ചാൽ മതി, നിങ്ങൾക്ക് വാടക തന്ന് കളിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ നിൽക്കുന്നത്. നിർമ്മാതാവിനെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ 100 സ്ക്രീനിൽ PDCയുടെ കണ്ടൻറ്റ് കളിക്കാവുന്ന തിയേറ്ററുകൾ കേരളത്തിലുണ്ട്. 100 തിയേറ്ററിൽ കളിക്കാമെന്നേ. പണ്ട് ലിബർട്ടി ബഷീർ 14 തിയേറ്ററിൽ മാത്രമേ സെൻറ്ററിൽ കളിക്കാൻ കൊള്ളുന്നല്ലേ പറഞ്ഞത്. പിന്നെ അതിൽ 40 എന്തോ ആക്കി. ഇപ്പോൾ അതാ 100 തിയേറ്റർ, കേരളത്തിൽ 100 തിയേറ്റർ മതിയെന്നേ. കൊച്ചു ജില്ലയല്ലേ, മധുര ജില്ലയിൽ അല്പം കൂടിയല്ലേ ഉള്ളൂ. അതിൽ 100 തിയേറ്ററിൽ കളിച്ചാൽ മതി. അപ്പോൾ ഏതാണ്ട് കട്ടയും പടവും UFOയുടെയൊക്കെ ക്യൂബിൻ്റെയൊക്കെ മടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനം തിയേറ്ററിലേക്ക് ഒഴുകുന്നു. 4 സിനിമകൾ നന്നായി ഓടുന്നു. ഏകപക്ഷീയമായ സമരങ്ങൾ ദോഷം ചെയ്യും. ഒത്തുതീർപ്പ് ചർച്ച ആവശ്യമില്ല. സമരം ചെയ്യുന്ന തിയേറ്ററുകളുമായി സഹകരിക്കില്ല. നിർമ്മാതാക്കൾ ഉറപ്പിച്ച് പറയുന്നു, സമരം ചെയ്യുന്ന ഒരു തിയേറ്ററുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല. ചേംബറിൻ്റെ ചർച്ചയ്ക്ക് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ സംഘടനകൾ പോയില്ല. ഫിയോക്ക് ഭരണാധികാരികൾ മാറാതെ, ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികൾ മാറാതെ ഇനി ചർച്ചയ്ക്കില്ല എന്ന് അവർ തീർത്ത് പറയുന്നു. ഇപ്പോൾ ഏപ്രിൽ 14 വിഷുവാണ്. വിഷുക്കാലം മുതൽ അവരൊരു പുതിയ തീരുമാനം കൂടെ എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ അഭിനന്ദിക്കാൻ തോന്നി പ്രൊഡ്യൂസേഴ്സിനെ. കാരണം അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഏപ്രിൽ 14 മുതൽ, വിഷുക്കാലം മുതൽ 1K റെസൊല്യൂഷനിൽ ഒരു തിയേറ്ററിലും പടം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 2Kയും 4Kയും 8Kയും ഒക്കെ വന്നിരിക്കുന്ന നാട്ടിൽ വീട്ടിൽ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ഒരു മാങ്ങേണ്ടി സ്ക്രീനിൽ കാണാനുള്ള 1K റെസൊല്യൂഷനുള്ള പ്രൊജക്ടർ വെച്ചുകൊണ്ട് കളിക്കാം. പക്ഷേ 4K കളിക്കുന്ന തിയേറ്ററിൽ അല്ലെങ്കിൽ 2K കളിക്കുന്ന തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് വാങ്ങിച്ച് നമുക്ക് പുട്ടടിക്കാം എന്ന് വിചാരിക്കുന്ന പരിപാടി ഏപ്രിൽ 14 മുതൽ നടക്കില്ല. സമരമില്ല എന്നിനി പറയേണ്ട, സമരം ചെയ്യട്ടെ എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. സമര കാരണം പറഞ്ഞ് ഒരു പേപ്പർ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ചർച്ച ചെയ്യാത്ത സമരങ്ങൾക്ക് പിന്തുണ നൽകുകയുമില്ല. എല്ലാം വലിയ പടങ്ങളാണ്, വലിയ നിർമ്മാതാക്കളാണ്. അല്ല, ആണോ? കേരളത്തിൽ കളിക്കുന്ന സിനിമകളെല്ലാം വലിയ നിർമ്മാതാക്കൾ നിർമ്മിക്കുന്നതാണോ? അല്ല, വലിയ പടങ്ങളാണോ എല്ലാം? പാൻ ഇന്ത്യൻ തേങ്ങാക്കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 100 കോടി ചിലവാക്കി, 150 കോടി ചിലവാക്കി, 1000 കോടി ഇതാ ചിലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ പടം പോലത്തെ അല്ലല്ലോ ഭൂരിപക്ഷം കൂടെ വരുന്നത്. എല്ലാം കൊച്ചു ബജറ്റിലെടുക്കുന്ന പടങ്ങളല്ലേ. ഇതെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ന്യായമായൊരു വ്യവസ്ഥ കൂടി
നിർമ്മാണ വിതരണ സംഘടനകൾ പറയുന്നു. PDC വാങ്ങുന്ന തുകയിൽ UFO, ക്യൂബ്, സോണി മുതലായവർ കളിക്കട്ടെ, പ്രശ്നം തീരുമല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ 5500 രൂപ വാങ്ങുന്നുള്ളെങ്കിൽ നാളെ മുതൽ ഒരു കാര്യം ചെയ്യട്ടെ, UFOയും ക്യൂബും സോണിയും ഒക്കെ 5500 രൂപ വാങ്ങട്ടെ, പ്രശ്നം തീർന്നു, പുളിക്കും. ചെയ്യോ വിജയകുമാർ? അതിനൊരു ഏർപ്പാട് ചെയ്യും. നിങ്ങളുടെ മച്ചമ്പിമാരായിട്ട് നടക്കുന്ന UFOയോടും ക്യൂബിനോടും സോണിയോടും ഒക്കെ പറ, പ്രസാദിനോടൊക്കെ പറ, നിങ്ങളുടെ എക്യുപ്മെൻറ്റ് മാത്രം ഞങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങൾ ഈ PDC എടുക്കുന്ന പോലെ ഒരാഴ്ച കളിക്കാൻ 5500 രൂപ എന്നല്ല, ഒരു പടം 100 ദിവസം കളിച്ചാലും 5500 രൂപ മതി എന്നല്ല അവർ പറയണേ. അല്ല നിങ്ങളുടെ 18,500 ടാക്സും GSTയും തരാൻ പറ്റില്ല. ഈ പറയുന്ന UFO ഒരു കാര്യം ചെയ്യും, ക്യൂബ് ഒരു കാര്യം ചെയ്യും, സോണി ഒരു കാര്യം ചെയ്യും, PDC കളിക്കും പോലെ കളിക്ക് എന്ന് പറ. എങ്കിൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാമല്ലോ. 5500 രൂപ വാങ്ങിയിട്ടും PDCയുടെ മാസ്റ്ററിങ് യൂണിറ്റ് ലാഭമാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ 5500 രൂപ വാങ്ങുന്നുള്ളൂ, പക്ഷേ ഞങ്ങളുടെ യൂണിറ്റ് ലാഭത്തിൽ പോകുന്നു എന്നാണ് പറയുന്നത്. 42 ദിവസം കഴിഞ്ഞ് OTTക്ക് കൊടുക്കാവൂ എന്നാണല്ലോ വിജയകുമാർ വാശി പിടിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, സോണിയ ലീവ് മുതലായ കമ്പനികൾ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ പടം OTTയിൽ ഞങ്ങൾ വാങ്ങണമെങ്കിൽ, നിങ്ങൾ പറയുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞ് ഞങ്ങൾ വാങ്ങണമെങ്കിൽ 28 ദിവസത്തിനുള്ളിൽ നിങ്ങളത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി തരുമെങ്കിൽ നിങ്ങളുടെ പടം മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ കൊണ്ട് വയ്ക്കുമോ എന്നാണ് അവർ പറയുന്നത്. അതിന് ഇങ്ങനെ പരിഹാരം കാണും വിജയകുമാറേ, അല്ലെങ്കിൽ ദിലീപ് പറ. ദിലീപ് നിർമ്മാതാവും കൂടിയാണല്ലോ. ഇപ്പോൾ OTTയിൽ കളിച്ച് കേശു ഈ വീടിൻ്റെ നാഥനിൽ കോടികളുണ്ടാക്കിയ ആളല്ലേ തിയേറ്ററിൽ കൊടുക്കാതെ. അപ്പോൾ ദിലീപ് പറ, OTTയിൽ 28 ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പടം വേണ്ട, നിങ്ങളുടെ 42 ദിവസം കഴിഞ്ഞ് ഈ ചവർ വേണ്ട എന്ന് പറയുന്നിടത്ത് എങ്ങനെ പരിഹരിക്കാം? പല സിനിമകളും OTTക്കാർ എടുക്കുന്നില്ല. ഞങ്ങൾ പടങ്ങൾ തിയേറ്ററുകളെ ഏൽപ്പിക്കാമെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, പടം കൊണ്ടൊന്ന് കളിക്കാൻ തിയേറ്ററിനെ ഏൽപ്പിക്കാം, അവർ 42 ദിവസം കളിക്കട്ടെ, പിന്നെ OTT വിറ്റ് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കിട്ടണ പൈസ മതി OTTയിൽ. 42 ദിവസം നിങ്ങൾ കളി, 4 ദിവസം കളിക്കില്ല, 4 ഷോ കളിക്കില്ല ആളില്ലെങ്കിൽ, അവർ 42 ദിവസം കളിക്കുമോ? എന്നിട്ടും പറയുന്നത് ഞങ്ങൾ ഒരു ഷോയെ കളിക്കൂ, 2ാമത്തെ ദിവസം പുറത്താക്കും, പോസ്റ്റർ ഒട്ടിക്കില്ല, പക്ഷേ പടം OTTക്ക് കൊടുക്കണം നിങ്ങൾ 42 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ എന്ത് ന്യായമാണ് വിജയകുമാറെ നിങ്ങൾ പറയുന്നത്? പ്രേമര് പോലുള്ള സിനിമകൾ 42 ദിവസവും കഴിഞ്ഞ് തിയേറ്ററിൽ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓടുന്ന പടമല്ലേ, വലിയ പടമല്ലേ. മഞ്ഞുമൽ ബോയ്സും ഈ തരത്തിൽ തന്നെ 42 ദിവസം കഴിഞ്ഞ് ഓടാൻ സാധ്യതയുണ്ട്. ഈ ചിത്രം പോലും, ഈ മഞ്ഞുമൽ ബോയ്സ് പോലും ഇതുവരെ OTT വിറ്റിട്ടില്ല, അവർ വിലപേശൽ നടക്കുന്നേ ഉള്ളൂ. PDC മാസ്റ്ററിങ്ങിൽ നിന്ന് കിട്ടുന്ന തുക നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണ് പോകുന്നത്. കിട്ടുന്ന തുക ഞങ്ങൾക്ക് എത്ര ലാഭം കിട്ടുന്നു? ചെറിയ ലാഭവിഹിതം എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുക്കുന്ന തുക ഞങ്ങൾ വെൽഫെയറിന്, പ്രൊഡ്യൂസർമാരുടെ വെൽഫെയറിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നാണ് സംഘടന പറയുന്നത്. അപ്പോഴും അവർ പറയുന്ന ബിനാമികളെ വച്ചല്ലേ കളിക്കുന്നത് എന്നാണ് വിജയകുമാർ ചോദിക്കുന്നത്. എന്നാൽ പച്ച കള്ളങ്ങളാണ് PDCയെ പറ്റി പറഞ്ഞു പരത്തുന്നത്. PDC ഒരു കൊള്ള സംഘമല്ല വിജയകുമാറെ. തിയേറ്ററുകൾ നഷ്ടത്തിലാണ്, പക്ഷേ ഒരു തിയേറ്ററുള്ളവൻ 2 തിയേറ്റർ ആക്കുന്നു, 2 തിയേറ്ററുള്ളവൻ 3 തിയേറ്റർ ആക്കുന്നു, 3 തിയേറ്ററുള്ളവൻ 4 തിയേറ്റർ ആക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ. നഷ്ടമായതുകൊണ്ട് ഞങ്ങളൊരു 4 തിയേറ്റർ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. നഷ്ടമാണെങ്കിൽ നിങ്ങളതിനെ വല്ല മാളോ വല്ല ഗോഡൗണോ ഒക്കെ കല്യാണ മണ്ഡപമോ ഒക്കെ ആക്കിയല്ലേ ചെയ്യാനുള്ളത്. ഇത് അതിന് പകരം ഒരു തിയേറ്റർ ഉള്ളതിനെ 2 ആക്കി, 2 ഉള്ളതിനെ 4 ആക്കി, 4 ഉള്ളതിനെ 6 ആക്കുന്ന രീതിയിൽ പോകണം. എന്നിട്ട് പറയുന്നത് നഷ്ടമാണെന്നാണ്. 1 എന്നത് 3ഉം 4ഉം ആവുമ്പോൾ PDCയുടെ കണ്ടൻറ്റ് പ്രൊവൈഡർ ഉപയോഗിക്കണം എന്ന് മാത്രമേ അവർ നിർമ്മാതാക്കൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഇപ്പോൾ പഴഞ്ചനായ തിയേറ്റർ ആണെങ്കിൽ അതിലൊന്നും മാറ്റണ്ട. നിങ്ങൾ ഒരു തിയേറ്റർ ഉള്ളതിനെ 2 ആക്കുകയോ 3 ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പുതിയതായിട്ട് കിട്ടുന്ന തിയേറ്ററുകളിൽ ഞങ്ങളുടെ പ്രൊവൈഡർ വയ്ക്കണമെന്നാണ് PDC പറയുന്നത്. 2K 4K പ്രൊജക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ അവരെ ബിനാമി എന്ന് വിളിക്കുന്നതിൻ്റെ ന്യായവും എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയൊരു നിർദ്ദേശം കൂടി നിർമ്മാണ സംഘടന വയ്ക്കുന്നു. ഏത് സിനിമയും, ഏത് പൊട്ടപ്പടമാവട്ടെ, പക്ഷേ അത് ഒരാഴ്ച ചുരുങ്ങിയത് കളിച്ചിരിക്കണം തിയേറ്ററുകാർ എന്നൊരു പുതിയ നിയമം വരാൻ പോകുന്നു. അവരൊരു നിബന്ധന വയ്ക്കും. ഏത് പടമായാലും ശരി, റിലീസ് ചെയ്താൽ ആളുണ്ടോ ആളില്ലേ എന്നുള്ളതല്ല, നിങ്ങൾ ഒരാഴ്ച കളിച്ചിരിക്കണം എന്ന് പറയും. വൈഡ് റിലീസിന് മുന്നിൽ നിന്ന് ഇനിയിപ്പോൾ വേണ്ടല്ലോ വൈഡ് റിലീസ്. അതുകൊണ്ട് തന്നെ വൈഡ് റിലീസ് വേണം. 14 പ്രിൻ്റൊന്നും കളിച്ചാൽ പോരാ, 40 പ്രിൻ്റൊന്നും കളിച്ചാൽ പോരാ, 100-150 പ്രിൻ്റ് കളിക്കണം. അങ്ങനെ വൈഡ് റിലീസ് ആവണമെന്ന് പറഞ്ഞതിൻ്റെ ദോഷം ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി വൈഡ് റിലീസ് വേണ്ട എന്നാണ് അവരുടെ തീരുമാനം. തരം താണ പ്രസ്താവനകൾ താൻ നടത്തില്ല എന്നാണ് സിയാദ് കോക്കർ വളരെ അക്ഷോഭ്യനായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഖേദപ്രകടനത്തിൽ തീരുമോ എന്നെ വിളിച്ച അനാവശ്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതെന്താ രാഷ്ട്രീയ കളിയാണോ എന്ന് മാത്രമല്ല, എന്നെ മോശക്കാരനാക്കി ഞാൻ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പറഞ്ഞതിന് സംഘടന ഇടപെടേണ്ട, വ്യക്തിപരമായി ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആർജവമുള്ളൊരു മനുഷ്യനാണ് സിയാദ് കോക്കർ. അല്ലെങ്കിൽ അങ്ങനെ പറയുമോ?
എനിക്ക് സംഘടനയുടെ സഹായമൊന്നും വേണ്ട. എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തതിന് ഞാൻ നിയമപരമായി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വിജയകുമാർ എനിക്ക് കേസുകളുടെ നമ്പറുകൾ പറഞ്ഞു തരണം, കാരണം അറസ്റ്റ് തടയാനായി എനിക്ക് ജാമ്യം എടുക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. 23 കേസിലെ പ്രതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ നമ്പറുകൾ ഏതൊക്കെ കോടതിയിൽ ഏതൊക്കെ നമ്പറിലാണ് കേസെന്ന് വിജയകുമാർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഞാൻ ജാമ്യം എടുത്തോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. PDCയെ പറ്റി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പർമാർ സംശയം ചോദിച്ചാൽ പറയാം, അല്ലാതെ ഇനി ഫിയോക്കിനൊന്നും മറുപടി പറയില്ല. ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷനിലെ മെമ്പർഷിപ്പ് ഉള്ളവർ ചോദിക്കട്ടെ എന്താണ് PDC, അതിൽ ആരൊക്കെയാണ് ഡയറക്ടർ ബോർഡ്, ആരൊക്കെ എത്ര രൂപ വരുമാനം നമുക്ക് കിട്ടും, ആ വരുമാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പർമാർ ചോദിക്കട്ടെ, അപ്പം മറുപടി പറയാം എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല PDC തുടങ്ങാനായിട്ട് 25 ലക്ഷം 25 ലക്ഷം വെച്ച് 2 പ്രാവശ്യമായിട്ട് ചേംബറിൽ നിന്നും കടം തന്ന ആളാണ് വിജയകുമാർ. അദ്ദേഹം അന്ന് ചേംബറിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് 25 വെച്ച് 50 ലക്ഷം രൂപ കടം കൊടുത്ത അതേ വിജയകുമാർ പറയുകയാണ് PDC എന്ന് പറഞ്ഞാൽ 7 പേരുടെ ബിനാമി സ്വത്താണെന്ന്. ഒരു സിനിമയുടെ പബ്ലിസിറ്റിക്ക് ചിലവിടുന്നതിൻ്റെ 2%, 50% അല്ല, ഇപ്പോൾ 10,000 രൂപ ചിലവിടുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2%മാണ് ചോദിക്കുന്നത്. പബ്ലിസിറ്റിക്ക് 2% തരൂല എന്നാണ് പറയുന്നത്. ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കില്ല, ഒട്ടിക്കണമെങ്കിൽ കാശ് തിയേറ്ററുകാർക്ക് അങ്ങോട്ട് കൊടുക്കണമെന്നാണ് വിജയകുമാർ പറയുന്നത്. അതൊന്നും ഇനി നടക്കില്ല എന്നാണ് പറയുന്നത്. അടച്ചിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇപ്പോൾ വിജയകുമാർ പറയുന്നത്. വിജയകുമാർ അടച്ചിടുമെന്ന് പറഞ്ഞില്ലല്ലോ. സമരമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പ്രതിഷേധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സമരമൊന്നും പറഞ്ഞിട്ടില്ല, അടച്ചിടുമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞത് മലയാള സിനിമ ഇനി കേരളത്തിലെ ഒരു സ്ക്രീനിലും ഫിയോക്കിൻ്റെ ഒരു സ്ക്രീനിലും കളിക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാ സിനിമയും റിലീസ് ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ചർച്ച. പ്രശ്നങ്ങളുണ്ട്, ചർച്ച ചെയ്യും. സിനിമ ഉണ്ടോ എന്ന് മാത്രം ചർച്ചയില്ല. പ്രതിഷേധം ഉണ്ടാവും, ചർച്ച തുടരും എന്നാണ് പറയുന്നത്. ആവേശം പകർന്ന സമയമാണ്, തിയേറ്ററുകൾ ഓണേഴ്സിന് സന്തോഷമുള്ള സമയമാണ്. ദിലീപ് പറയുകയാണ്, തിയേറ്ററിൽ ആളൊന്നും ഇല്ലായിരുന്നതിൽ നിന്ന് മാറി 4 സിനിമകൾ ഭയങ്കരമായിട്ട് പണമാരി പടങ്ങളായി മാറിയപ്പോൾ തിയേറ്റർ ഓണേഴ്സിനൊക്കെ നല്ല സന്തോഷം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നില്ല ദിലീപ്. അദ്ദേഹത്തിൻ്റെ ഡി സിനിമാസിലൊക്കെ ഹൗസ്ഫുൾ ആവുന്ന അല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം പറയുന്നത്, ഒരു പടം ഓടുമ്പോൾ ആട്ടോക്കാരന് പൈസ കിട്ടുന്നില്ലേ? ആട്ടോക്കാരൻ തിയേറ്ററിൻ്റെ നടയിൽ പ്രേക്ഷകനെ കൊണ്ടിറക്കുമ്പോൾ ആട്ടോക്കാരന് പൈസ കിട്ടുന്നു. സിനിമ കണ്ടിട്ട് ഇറങ്ങിയ വിശപ്പ് കൊണ്ട് ചെന്ന് ഹോട്ടലുകാരൻ്റെ ആഹാരം ഞം വാങ്ങിച്ചടിക്കുമ്പോൾ ഹോട്ടലുകാരന് ബിസിനസ് കിട്ടുന്നു. എല്ലാവർക്കും പടം ഓടുമ്പോൾ ലാഭം കിട്ടുമെന്നാണ് പറഞ്ഞത്. അതൊന്നും വേണ്ട ദിലീപേ, വിശപ്പുണ്ടെങ്കിൽ ഞാൻ കയറി ഹോട്ടലിൽ കഴിച്ചോളാം, സിനിമ കണ്ടിട്ട് പോയി ആഹാരം കഴിക്കണ്ട. അതുപോലെ തന്നെ ആട്ടോയിലൊക്കെ സിനിമയിൽ തിയേറ്ററിൽ വന്നിരുന്ന കാലമൊക്കെ കഴിഞ്ഞ് ദിലീപേ. ഇവിടെ BPL കാർഡ് ഉള്ളവന് വരാൻ വീട്ടിൽ 4 ബൈക്കും 2 കാറുമാണ്. നിങ്ങളതുകൊണ്ട് ആട്ടോക്കാരനെ ഒന്ന് സഹായിക്കാനായിട്ട് സിനിമ ഓടിച്ച് രക്ഷപ്പെടുത്തണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈറ്ററുകളുടെ വില തിയേറ്ററിൽ ഉടമകൾ മുടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ദിലീപ് പറഞ്ഞത്. ഭയങ്കര കഷ്ടമെന്നാണ് പറയണേ. നിർമ്മാതാക്കൾ പറയുന്നത് വാങ്ങാനുള്ള അസൗകര്യം, നിർമ്മാതാക്കൾ പറയുന്ന പ്രൊജക്ടർ വാങ്ങിക്കാൻ ഭയങ്കര അസൗകര്യം, വഴിയില്ല പോകാനായിട്ട്, എവിടെ പോകണമെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ നിൽക്കുകയാണ് അസൗകര്യം കൊണ്ട്. ഒരു പടവും കളിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ പടവും കളിക്കുമെന്നും വിജയകുമാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പാച്ചും ഗോപാലിനും ഇരിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടാണോ വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും 2K 4K അറ്റ്മോസ് ഉള്ള തിയേറ്ററുകളിലെ സിനിമ കാണൂ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ ഈ സമരം അല്ലെങ്കിൽ തിയേറ്ററുകാരെ കാണിക്കുന്ന ധാർഷ്ട്യം അവിടെ അവസാനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുമ്പോൾ ഞാനങ്ങനെ നോക്കിയിട്ടാണ് പോകാറ്. ഞാൻ എന്താ പറയുക, അറ്റ്മോസ് ഉണ്ടോ, ഇപ്പോൾ ഏരീസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ അറ്റ്മോസിൽ നമുക്ക് ആ ശബ്ദ ഭംഗിയോടെ കാണാൻ പറ്റും. അതുപോലെ 2K 4K റെസൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ പോകാറ്. ഞാൻ എന്തായാലും ഈ 1Kയിൽ പോയി കാണാറില്ല. അങ്ങനെ പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി. ഈ 1K കാറിൻ്റെയൊക്കെ കട്ടയും പടവും മടക്കും. ജീവിതത്തിൽ ദിലീപ് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചവരിൽ ഒരാളാണ് ഞാൻ. എപ്പോഴും ഹ്യൂമർ സെൻസോടെ സംസാരിക്കുന്ന ആൾ തന്നെയാണ് ദിലീപ്. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞവനുമാണ് ഞാൻ, അതും ഞാൻ കണ്ടവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ദിലീപിനോട് ഇഷ്ടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ബിഗ് ഹീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് പടിയായിട്ട് ദൈവം അനുഗ്രഹിച്ച് കോടീശ്വരനാക്കി മാറ്റിയ ആളാണ് ദിലീപ്. അപ്പോൾ അയാൾ പറയുന്നത് കറക്റ്റാണ്. കാരണം ഒരുപാട് പേരെ എന്നെ പരിചയപ്പെടുന്നവരെയൊക്കെ ചിരിപ്പിക്കുന്ന ആളാണ്. അയാൾ എവിടെ പോയിരുന്നാലും നന്നായിട്ട് ചിരിപ്പിക്കുന്ന ആളല്ലേ. ഇപ്പോൾ തന്നെ ഈ വരാൻ പോകുന്ന തങ്കമണിയുടെ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു, അതിൽ നായിക പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് പ്രേമ സീനിലൊക്കെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയുന്നുണ്ട് പ്രേമം പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണെന്ന്. അയാൾ ഹ്യൂമറായിട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ അയാൾ ഇങ്ങനെ കരയുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. നമ്മൾ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞാണല്ലോ ദിലീപ് ജയിലിൽ കിടന്ന കഥ. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ദിലീപിൻ്റെ സ്ഥാനത്ത് ഞാനായിട്ടായിരുന്നു സത്യമായിട്ടും ജയിലിനകത്ത് തന്നെ ആത്മഹത്യ തന്നെ. അയാളുടെ ആ ഒരു ചങ്കൂറ്റമൊക്കെ സമ്മതിക്കണം. അതൊക്കെ ചിലപ്പോൾ ഈ ദൈവങ്ങളെയൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും
അയാളെപ്പോലെ ഒരു വേദനിക്കുന്ന കോടീശ്വരൻ എന്നാണ് അയാളെ പറയേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സങ്കടം വരുന്ന സമയത്ത് നമ്മൾ പലതും പറയും, അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഫിയോക്ക് വിജയകുമാറിന് സങ്കടം വന്നുകൊണ്ടൊന്നും അല്ല ഈ അനാവശ്യം പറഞ്ഞത്. എന്തൊരു തൊലിക്കെട്ടിയാണോടാ നിനക്കെന്ന് നാദിർ ഷാ ചോദിച്ചു. ഇയാൾ കേശു ഈ വീടിൻ്റെ നാഥനിൽ ഒരു തോർത്ത് മാത്രം കൊടുത്തിട്ട് ദേഹം മുഴുവൻ സോപ്പ് പതയുമായിട്ട് റോഡേ പോകുന്ന ഒരു സീൻ എടുത്തപ്പോൾ, ഒളിച്ച് ക്യാമറയൊക്കെ വെച്ച് ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ ദിലീപ് ആണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ദിലീപ് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നാദിർ ഷാ ചോദിച്ചെന്ന്, എന്തൊരു തൊലിക്കെട്ടിയാണ്ടാ നിനക്കെന്ന്. ആ തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടല്ലേ ചാന്ത് പൊട്ടിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയും മനോഹരമായിട്ട്. അത് തീർച്ചയായിട്ടും അത് കഴിവാണെന്ന് ഞാൻ പറയും. 1986 തങ്കമണിയിൽ നടന്ന സംഭവം മലയാളിയെ വേദനിപ്പിച്ച സംഭവമാണല്ലോ തങ്കമണി. 38 വർഷങ്ങൾക്ക് ശേഷം ആബേൽ ജോഷുവ മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ പറയുന്ന സിനിമയാണ് വരാൻ പോകുന്നത്. രതീഷ് രഘുനന്ദനൻ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. PG വിശ്വംഭരൻ അക്കാലത്ത് തങ്കമണി സംഭവം നടന്ന സമയത്ത് ഇതാ സമയമായി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. കരുണാകരനായിട്ട് നമ്മുടെ നടി ആശ ജയറാമിൻ്റെ അച്ഛനെ ജയറാമിനെ അഭിനയിപ്പിച്ചൊക്കെ ചെയ്തൊരു തനിയൊരു കമേഴ്ഷ്യൽ പടം. ആ സബ്ജക്റ്റാണ് വീണ്ടും തങ്കമണിയിലൂടെ വീണ്ടും ചെയ്യുന്നത്. എന്തായാലും മാർച്ച് 9-ാം തീയതി ദിലീപിൻ്റെ തങ്കമണി തിയേറ്ററിൽ വരും. ഫിയോക്ക് വിജയകുമാർ തടയുമോ അതോ 9-ാം തീയതി കളിക്കുന്നതോടുകൂടി മലയാള സിനിമ കളിക്കില്ല എന്നുള്ള കട്ടായമൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ മാർച്ച് 9-ാം തീയതി ഇനിയിപ്പം 4 ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ, നമുക്ക് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കാമരാജൻ പറഞ്ഞ പോലെ പാർக்கலாம் എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിലീപ് 100 വട്ടം ആലോചിക്കണം. എനിക്ക് ദിലീപിനോട് യാതൊരു വിരോധവുമില്ല, പക്ഷേ ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ ഒക്കുള്ളൂ. ദിലീപേ, നിങ്ങളെ ഗുരുനാഥനെ പോലെ തരം കണ്ടതുപോലെ സംസാരിക്കരുത്. നിങ്ങൾ സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ആ ഇരിക്കുന്ന സീറ്റിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആയാലും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയാലും 250 രൂപ ഒരു പടം കളിക്കുന്നിടത്ത് കൊടുത്തുകൊണ്ടിരുന്നിടത്തുനിന്ന് 100 രൂപയാക്കിയ ഫിയോക്കിൻ്റെ നിലപാട് മാറ്റിക്കണം. ഒരു മനുഷ്യൻ 14 മണിക്കൂർ ജോലി ചെയ്താൽ 400 രൂപയെ കൊടുക്കുമെന്നുള്ള ആ ഭീഷണി തടയണം. അതിന് അടിയന്തരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന പറയണമെന്ന്, മഹാഭാവി ദ്രോഹമല്ലടാ നീ കാണിക്കണേ. രാവിലെ 10 മണിക്ക് വന്ന് രാത്രി 12 മണി വരെ നിൽക്കുന്ന ഒരുത്തന് 400 രൂപയാണോടാ കൊടുക്കണേന്ന് ചോദിക്കാനുള്ള ആർജവും കൂടി PDC കമ്പനി നിർമ്മാതാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്മാർക്ക് വേണ്ടിയും സംസാരിക്കണം. അല്ലെങ്കിൽ ഹൃദയാലുവായ ഒരുപാട് പേർക്ക് ദയാദാക്ഷിണ്യങ്ങൾ നൽകിയിട്ടുള്ള ദിലീപ് ആ 100 രൂപ എന്നുള്ളത് എടുത്തു കളയണം. 250 രൂപ ആക്കണം. ഞാൻ കേട്ട 4 പടം കളിച്ചാൽ 1000 രൂപ കൊടുക്കുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ നിൽക്കുന്ന മനുഷ്യനാണ്. അവർ ആട്ടോ പിടിച്ച് വീട്ടിൽ പോകണമെങ്കിൽ പാതിരാത്രി എത്ര രൂപ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. 1000 രൂപ കൊടുത്താൽ പോലും കുറവെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദിലീപേ, നിങ്ങൾ ആദ്യം നടപ്പിലാക്കേണ്ടത്, നിങ്ങളുടെ ഫിയോക്കിൽ നടപ്പിലാക്കേണ്ടത് ഈ 100 രൂപ എന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് റെപ്രസെൻറ്റേറ്റീവിന് ഒരു ഷോയ്ക്ക് 250 രൂപ വെച്ച് 4 ഷോ ഉണ്ടെങ്കിൽ 1000 രൂപ കൊടുത്തിരിക്കണമെന്നുള്ള നിയമം കൊണ്ടുവരണം. അത് ദിലീപിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.